ശരണം ശരണം രമാംബികേ ശരണം ശരണം ത്രയംബകേ ശരണം ശരണം രമാംബികേ ശരണം ശരണം ത്രയംബകേ. നമ്മൾ അധ്യാത്മരാമായണം തുഞ്ചത്താചാര്യൻ്റെ അധ്യാത്മരാമായണമാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു മുൻപേ തന്നെ വ്യാസഭഗവാൻ ഉമാമഹേശ്വര സംവാദമായിട്ട് അധ്യാത്മരാമായണം രചിച്ചിട്ടുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. ചില ഭാഗങ്ങളിൽ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പം അതിൽ പറയാണ്, ആദ്യം തന്നെ ശ്രീരാമഹൃദയം എന്ന് പറഞ്ഞുകൊണ്ടാണ് വർണ്ണന ഇതിൽ. കാരണം എല്ലായിടത്തും സത്യലോകത്തിലേക്ക് വന്ന സമയത്ത് നാരദ മഹർഷി വന്ന സമയത്ത് ഇരുന്നു. അപ്പം മാർക്കണ്ഡേയൻ തുടങ്ങിയ മഹർഷിമാരൊക്കെ കൂടെ സ്തുതിക്കുകയാണത്രേ. ആ സ്തുതിച്ച സമയത്ത് ചതുർമുഖൻ ജഗന്നാഥൻ എല്ലാവരെയും സന്തോഷത്തോടെ സ്തുതിച്ചപ്പോഴാണ് രാമായണത്തിൻ്റെ മഹിമയെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞത്. അങ്ങനെ രാമായണ മഹാത്മ്യത്തെ ആദ്യം പറയാണ്. അപ്പൊ പറയുന്നു, യപൃഥ്വീഭരവാരണായ ദിവിജൈഹി സംപ്രാപ്തിദശ്ചിന്മയഃ സഞ്ജാത പൃഥ്വീതലേ രവികുലേ ഏത് വേണമെങ്കിൽ പാട്ടോ. രഘുകുലേ മായാമനുഷ്യോ വ്യയഃ നിശ്ചക്രം ഹതരക്ഷസ പുനരഗാത് ബ്രഹ്മത്വമാദ്യം സ്ഥിരാം കീർത്തിം പാപഹരാം വിധായ ജഗദാം തം ജാനകീശം ഭജേ. ഇത് പറയാണ്, ചിന്മയനായ സത്യവസ്തുവായ ആ പരമാത്മാവ് തന്നെ പൃഥ്വീഭരഭാരനായ ഈ ഭൂമിയുടെ ഭാരമൊക്കെ തീർക്കാനായിട്ട് വേഗം ദേവതമാരൊക്കെ അഭ്യർത്ഥിച്ച സമയത്ത് ഭൂമിയിൽ സൂര്യവംശത്തിൽ അല്ലെങ്കിൽ രഘുകുലത്തിൽ ആ മായാമനുഷ്യനായിട്ട് മനുഷ്യനായിട്ട് അവതരിച്ചു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ രാക്ഷസന്മാരെയും വധിച്ച്, അതായത് നിശ്ചക്രം ഹത രാക്ഷസെന്നാണ്, ആ രാക്ഷസ സമൂഹങ്ങളെ മുഴുവൻ വധിച്ച ശേഷം നിശ്ചലമായ അവിചലമായ കീർത്തിയെ ലോകത്തിൽ മുഴുവൻ വ്യാപിച്ചുവല്ലോ, വീണ്ടും ബ്രഹ്മസ്വരൂപത്തിലേക്ക് ലയിച്ചു. അങ്ങനെയുള്ള ജാനകീനാഥനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നാരായണൻ ഇത് പറയാണ്. ഇതെങ്ങനെയാണ്? പുരാരിഗിരി സംഭൂത ആ സർവപുരാണ സമ്മതമായ ഈ അധ്യാത്മരാമായണം ഭഗവാൻ പരമശിവൻ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് വന്നത്. ഒരിക്കൽ കൈലാസപർവ്വതത്തിൽ ഇരിക്കുന്ന സമയത്ത് പാർവതീദേവി ചോദിക്കുകയാണ്. എന്താണ് ചോദിച്ചത്? ഈ ജഗന്നിവാസനായ അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്, ഗോപ്യമായിട്ട് രഹസ്യമായിട്ട് എന്തെങ്കിലും രാമതത്വമുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് വേറൊരു കാര്യം കൂടി പറയാം. ആദ്യം അത് തന്നെ എനിക്ക് പറയൂ, എങ്ങനെയായാലാണ് ആ ശ്രീരാമഭദ്രനിൽ എനിക്ക് ഭക്തി ഉണ്ടാവുക? അങ്ങെപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നാമമാണല്ലോ രാമനാമം. അപ്പോൾ രാമനാമത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ ഭക്തി എനിക്കും ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത്? ഭക്തി എന്തിനാ എന്ന് ചോദിച്ചാൽ, ഭക്തി ജ്ഞാനം ഉണ്ടാകാൻ. ജ്ഞാനം എന്തിനാ? ജ്ഞാനം മുക്തി ഉണ്ടാകാൻ. അപ്പൊ ഭവപാശ വിമോചനം, അതാണ് ഉദ്ദേശം. അതിന് ഭക്തിയേക്കാളും വിശിഷ്ടമായിട്ടൊരു സാധനമില്ല. ഭക്തിയാണ് നമുക്ക് ഈ സംസാരത്തിൽ നിന്ന് കടക്കാനുള്ള എളുപ്പ വഴി. അതും എന്താണ്? നമ്മളുടെ ഹൃദയത്തിലുള്ള ഹൃദയഗ്രന്ഥിവേദനം എന്നാണ്. ചിദ്യന്തേ സർവസംശയാഹ എന്ന് ഭാഗവതത്തിൽ പറഞ്ഞു. മനസ്സിലുള്ളതായ എല്ലാ ഗ്രന്ഥികളെയും പൊട്ടിച്ചെറിഞ്ഞ് നമുക്ക് സംശയങ്ങളൊക്കെ തീർത്തു തരുമല്ലോ. അങ്ങനെയുള്ളതായ ആ രഹസ്യം എനിക്ക് പറഞ്ഞു തരുമോ? ആ രാമനെയാണ് സംസാര താരകൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് രാമനെ താരകനാണെന്നും രാമനാമത്തിനെ താരകമന്ത്രം എന്ന് പറയുന്നത് എന്നും ദേവി ചോദിച്ചു. അതുകൊണ്ട് ആരൊക്കെയാണ് രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ പതേ പതേ
അപ്പോൾ സിദ്ധിയെ പ്രാപിക്കുന്നു എന്നൊക്കെ അറിവുള്ളവർ പറയുന്നുണ്ടല്ലോ എന്ന് പറയാണ്. അതുകൊണ്ട് ഇത്രയൊക്കെ ആയിട്ട് ആ ശ്രീരാമൻ സീതയ്ക്ക് വേണ്ടി എന്തിനാ കരഞ്ഞത്? അടുത്ത ചോദ്യമാണ്. യദീസ്മജാനീത കുതോ വിലാപഃ സീതാ കൃതേ അനേന കൃത പരേണ. പരബ്രഹ്മസ്വരൂപമാണ്, മായാമനുഷ്യനായിട്ട് ജനിച്ചതാണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് സീതാനിമിത്തം സീതയെ ചൊല്ലി എന്തിനാ വിലപിച്ചത്? അതും എനിക്കറിയണം. അതിന് എന്താണോ അങ്ങക്ക് അറിയാതെ എനിക്ക് പറഞ്ഞു തരും. ഇത് പറഞ്ഞപ്പോഴാണ് ശ്രീ മഹാദേവൻ പറയാൻ തുടങ്ങുന്നത്. കാരണം നിന്റെ ചോദ്യം തന്നെ വളരെ വരിയാനേഷത്തെ പ്രശ്നമാണ്. നിന്റെ ചോദ്യം ബെസ്റ്റ്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴല്ലേ ധന്യരാണ് ഭക്തന്മാർക്ക് മാത്രമേ ആ പരമാനന്ദത്തെ പ്രാപിക്കാൻ ഒരു താല്പര്യമുണ്ടാവുള്ളൂ. ഏതായാലും ശരി, ആ രഹസ്യവും നിഗൂഢവുമായിട്ടുള്ള ആ രാമനാമത്തിൻ്റെ ഹൃദയം ഞാനിത് നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. ഭഗവാനാണ് ഈ വിശ്വത്തെ രക്ഷിച്ചത്, ലോകം മുഴുവൻ രക്ഷിച്ചത്, പ്രപഞ്ചത്തിനെ രക്ഷിച്ചത്, സൃഷ്ടിച്ചത് ഭഗവാൻ തന്നെയാണ്. അങ്ങനെ യസ് സൃഷ്ടുവ, ആരാണ് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത്? എങ്ങനെ സൃഷ്ടിച്ചു? യോഗമായാം ഉപാസ്യത്യ, തന്നിലുള്ള മായയുടെ കൂട്ടുപിടിച്ച്. കാരണം സൃഷ്ടി നടക്കണമെങ്കിൽ രജോ ഗുണം വേണം. ഭഗവാനാണെങ്കിൽ നിർഗുണനാണ്, ഗുണാതീതനാണ്. ഗുണാതീതനായ ഭഗവാന് മായയെ കൂട്ടുപിടിച്ചാലേ രജോ ഗുണമുണ്ടാവുള്ളൂ. ആ രജോ ഗുണം കൊണ്ടാണ് ഈ ലോകത്തെ മുഴുവൻ അങ്ങോട്ട് സൃഷ്ടിച്ചത്. സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു? ആ ഭഗവാൻ നഭോവത് സർവത്ര സ്ഥിത, ആകാശം പോലെ സർവവ്യാപി. ഭഗവാന്റെ മഹത്വം പറയുമ്പോൾ ആകാശം പോലെ എന്ന് പറയും. എന്താ കാരണം? കടലല്ലേ വലുത്, കടലിനെ പോലെ എന്ന് പറഞ്ഞുകൂടെ? കടൽ നല്ല ആഴമുണ്ട്, ഗാംഭീര്യമുള്ളതാണ്. അപ്പം കടലിനെ പോലെ പറഞ്ഞുകൂടെ? എന്തിനാ ആകാശത്തിനെ എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, കടല് നമുക്ക് തൊടാൻ പറ്റും അല്ലേ? കടലിലെ ജലം കയ്യിലെടുക്കാൻ പറ്റും. ആകാശം നമുക്ക് കാണുമ്പോൾ ആകാശം എന്നല്ലാതെ അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? ആ ആകാശം അവ്യക്തമാണ്. നമുക്കിത് അടുത്ത് നിൽക്കുന്നു, ആകാശത്തെ അടുത്ത് എന്ന് നമുക്ക് തോന്നിക്കും, പക്ഷേ നമുക്കത് പ്രാപ്യമല്ല. അതുപോലെ അപ്രാപ്യ വസ്തുവാണ് ആ പരമാത്മാവ്. അതുകൊണ്ട് തന്നെ നഭോവത് അന്തർബഹിഹി ആസ്ഥിത, ആകാശം എല്ലായിടത്തുമുണ്ട്. സ്പേസ് എന്നിപ്പോൾ പറയാണ്. ആ സ്പേസ് നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഗ്ലാസ് ഇവിടെ കൊണ്ടുവച്ചാൽ ഗ്ലാസിൻ്റെ ഉള്ളിൽ വെള്ളമില്ലെങ്കിൽ അവിടെയും സ്പേസാണ്. ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ സ്പേസാണ്, പുറത്തേക്ക് വന്നാലും സ്പേസാണ്. അതേപോലെ അന്തർബഹി വ്യാപ്യ സ്ഥിതം, അകത്തും പുറത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന ആകാശം പോലെയാണ് ആ പരമാത്മാവ്. അങ്ങനെയുള്ളതായ ആ പരമാത്മാവിനെ സർവാന്തരസ്തോപി, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലുണ്ടല്ലോ. ആത്മാവ് ആണല്ലോ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത്. നമുക്ക് കണ്ണായി പ്രവർത്തിക്കുന്നത്, കാതായി കേൾപ്പിക്കുന്നത്, പ്രവൃത്തികളെ ചെയ്യിപ്പിക്കുന്നത് ഒക്കെ ആത്മാവാണ്. ആ ചൈതന്യം നമ്മളുടെ ഉള്ളിൽ ഇരുന്നിട്ടും സ്വമായയാ സൃഷ്ടമിതം വിചഷ്ടേ, ഈ ലോകത്തിനെ മുഴുവൻ സാക്ഷിഭൂതനായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. സാക്ഷിഭൂതനായിട്ട് കണ്ടിരിക്കണമെങ്കിൽ നമുക്ക് കാണണ്ടേ അല്ലേ? ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണണ്ടേ? അവിടെയാണ് പശ്യന്തം പരമേശ്വരം ന പശ്യന്തി ഇത് വിചിത്രത. നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന പരമേശ്വരനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. എന്താ കാരണം? മായ കൊണ്ട് മറയ്ക്കപ്പെട്ടവനായതുകൊണ്ട് എന്നൊരു ഭാഷ. മറ്റൊരു തരത്തിൽ പറയാണ്, ജഡമാണ് എല്ലാ വസ്തുക്കളും. ഈ പ്രപഞ്ചം മുഴുവൻ ജഡമാണ്. ജഡമായ വസ്തു ജഡമല്ലാതെ തോന്നിപ്പിക്കുന്നത് ഭഗവാന്റെ മായ കൊണ്ടാണ്. പരമാത്മത്തിൽ വ്യവഹാരത്തിലുണ്ടെന്ന് തോന്നിയാലും പരമാർത്ഥമായി നോക്കിയാൽ ഈ ജഗത്തില്ല. അപ്പം അങ്ങനെ ഈ ഇല്ലാത്ത ജഗത്തിനെയും ആരാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ നിത്യം പരിതോ ഭ്രമന്തി, ഈ ലോകത്തിൽ എപ്പോഴും എല്ലായിടത്തും സർവവ്യാപിയായി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. യത് സന്നിധവും ലോഹവത്, അയസ്കാന്തം പോലെയാണ്. ഇരുമ്പും കാന്തവും പോലെ. കാന്തം എന്ത് ചെയ്യും? ഇരുമ്പിൻ്റെ അടുത്തേക്ക്, ഇരുമ്പ് കാന്തത്തിലേക്ക് ആകർഷിച്ചു വരും. കാന്തവും ഇരുമ്പും പോലെ എല്ലായിടത്തും ഇരിക്കുന്നുണ്ട്. പക്ഷേ തുരുമ്പ് കിട്ടിയ ഇരുമ്പിന്
കാന്തത്തിൻ്റെ അടുത്ത് പോകാനേ പറ്റില്ല. അതുപോലെ നമ്മളുടെ ഉള്ളിൽ സർവവ്യാപിയായി സർവഗുഹാശയനായിരിക്കുന്ന ഈ ശ്രീരാമചന്ദ്രപ്രഭുവിനെ നമുക്ക് അടുക്കാൻ പറ്റാത്തത് കാരണം നമ്മുടെ മനസ്സൊക്കെ തുരുമ്പിച്ചതാണ്. എങ്ങനെ തുരുമ്പ് പിടിച്ചു? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, ആശ്ചര്യം തുടങ്ങിയ അഴുക്ക് പുരണ്ടതായ തുരുമ്പ് പിടിച്ചതായ ഇരുമ്പിന് കാന്തത്തിൻ്റെ അടുത്ത് പോകാൻ പറ്റാത്തതുപോലെ നമുക്ക് ആ ഭഗവാനെ പ്രാപിക്കാൻ സാധ്യയില്ല. അത് വിമൂഢചിത്ത, അറിവില്ലാത്തവർക്കത് മനസ്സിലാവണില്ല. അതുകൊണ്ടാണ് യുക്തിവാദികളൊക്കെ പറയുന്നത് ഈശ്വരനൊന്നുമില്ല. ഇല്ല എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഉണ്ടാവണം, അല്ലേ? നമ്മളിപ്പോൾ പറയാണ് ഇപ്പം നല്ല ഇരുട്ടാണ് എന്ന് പറയണമെങ്കിൽ ആ ഇരുട്ടിനെ ഒന്ന് വിശകലനം ചെയ്യാൻ പറഞ്ഞാൽ പറയും വെളിച്ചമില്ലാത്ത സ്ഥലം ഇരുട്ട്, ഇതല്ലേ പറയാൻ പറ്റൂ? വെളിച്ചമില്ലെങ്കിൽ അവിടെ ഇരുട്ട്. അപ്പോൾ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഒന്നുണ്ടല്ലോ, എന്നിട്ടാണല്ലോ ഇരുട്ട് വരുന്നത്. അതുപോലെ ഇല്ല എന്ന് പറയുന്നതിന് ഒരെണ്ണം ഉണ്ട്, ഉള്ളത് കൊണ്ടാണ് ഇല്ല എന്ന് തോന്നുന്നത്. അപ്പോൾ ഇല്ലതായ വസ്തുവിനെ എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തൻ്റെ അജ്ഞാനത്തെ തന്നെ അതെന്ത് ചെയ്യും? നമ്മളെ ശുദ്ധബുദ്ധിയായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള അജ്ഞാനം അറിഞ്ഞു പോകും. അതിന് അജ്ഞാനികൾ എന്ത് ചെയ്യും? സംസാരമേവ അനുസ്മരം, ഈ സംസാരത്തെ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ സംസാരത്തെ എങ്ങനെ നമ്മൾ പിന്തുടരുന്നു? പുത്രേഷണ വിത്തേഷണ എന്നുള്ള തലത്തിൽ എൻ്റെ മകൻ, എൻ്റെ മക്കൾ, എൻ്റെ വീട്, എൻ്റെ കുടുംബം എന്നുള്ള എൻ്റെ എന്നുള്ള ഭാവം കൊണ്ട് ഈ ശരീരത്തിനെ ആത്മാവാണെന്ന് ധരിച്ചതുകൊണ്ട് നമ്മൾ ഭഗവാനിൽ നിന്ന് വേർന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജാനന്തിനൈവ ഹൃദയേ സ്ഥിതം, നമ്മളുടെയൊക്കെ ഉള്ളിൽ ഹൃദയാകാശത്തിൽ അല്ലെങ്കിൽ ഹൃദയ താമരയിൽ വർത്തിക്കുന്ന ആ ഭഗവാനെ ഏതുപോലെ എന്ന് പറഞ്ഞു. കണ്ണിൽ വെച്ച കണ്ണട അന്വേഷിച്ച് കിടക്കുക എല്ലായിടത്തും. കണ്ണിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് നേരം പിടിക്കുക. അല്ലെങ്കിൽ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് മാല, ആ മാലയെ നമ്മൾ പലയിടത്തും അന്വേഷിക്കുക, വേറെ എവിടെയൊന്നുമില്ല കണ്ട കഥ. കഴുത്തിൽ തന്നെ കിടക്കുക മാല, ആ മാലയെ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുക. എവിടെയൊക്കെ തിരയണു? അമ്പലങ്ങളിൽ, പള്ളികളിൽ, അല്ലെങ്കിൽ മുസ്ലിം പള്ളികളിൽ, ഏത് കല്ലിൽ എവിടെയാണോ എന്ന് വിചാരിക്കുകയാണ്. അതിന് കബീർദാസ് രസമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? തേരേ സായി തുജ്മേം ജോം പുഹുപ്പൻ മേം വാസ്, നിന്റെ ഈശ്വരൻ നിന്നിലുണ്ട്. പുഷ്പത്തിൻ്റെ വാസന, ആ പൂവുള്ളിടത്തോളം കാലം അതിൻ്റെ വാസനയുണ്ട്. ആ വാസനയെ വേർപെടുത്താൻ പറ്റില്ല. അതുപോലെ നിൻ്റെ ഉള്ളിൽ ഭഗവാനുണ്ട്. പക്ഷെ എന്ത് ചെയ്തു? ഓരോ ഘാസുമേ, ഓരോ പുല്ലിലും കസ്തൂരിമാന് കസ്തൂരി എവിടെയാണെന്ന് അന്വേഷിച്ചെടുക്കത്രേ. വാസ്തവത്തിൽ കസ്തൂരിമാൻ്റെ നാഭിയിലാണ് കസ്തൂരി. അത് പ്രായപൂർത്തിയായ കസ്തൂരിമാൻ്റെ നാഭിയിൽ നിന്നും ഈ കസ്തൂരി പുറത്തേക്ക് അങ്ങോട്ട് വമിക്കും. ആ സമയത്ത് ആകെ കാട് മുഴുവൻ കസ്തൂരിയുടെ മണം. കസ്തൂരിയുടെ മണം എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ, ഭയങ്കര മണം. ആ മണം വരുമ്പോൾ ഭ്രാന്ത് പിടിച്ച മാതിരി, നമ്മൾ പറയില്ലേ ശരിക്കും അതിനെ കിറുക്ക് പിടിച്ചു എന്ന്. അതുപോലെ ഓടി നടക്കും അത്രയും ഈ കസ്തൂരിമാൻ. അതേപോലെയാണ് നമ്മളും. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഭഗവാനെ നമുക്ക് തിരിച്ചറിയാത്തത് കൊണ്ട് എല്ലായിടത്തും അന്വേഷിച്ചെടുക്കണം. അതുകൊണ്ട് പറയണം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ ഇരുട്ടിന് തന്നെ പറയണു കേട്ടോ. ഇവിടെ യഥാ അപ്രകാശോ നതു വിദ്യതേ, അപ്രകാശം എന്നൊന്നില്ല. രവൗ ജ്യോതി സ്വഭാവേ, സൂര്യൻ പ്രകാശസ്വരൂപനായിട്ട് ഇരിക്കുമ്പോൾ ആ സൂര്യൻ മറയുമ്പോഴാണ് ഇരുട്ട്. അല്ലാണ്ട് ഇരുട്ട് എന്ന് പറഞ്ഞ താനേ ഒരു സാധനമില്ല. അതുപോലെ തന്നെ ഈ പരമേശ്വരനായ ഭഗവാൻ, ആ ഭഗവാൻ എങ്ങനെയുള്ളവനാണ്? വിശുദ്ധ വിജ്ഞാനഘനേ രഘുത്തമേ. രാമായണമായതുകൊണ്ട് രഘുത്തമനെ പറയും. വിശുദ്ധ വിജ്ഞാന സ്വരൂപം. നമ്മൾ നാരായണീയം പറയുമ്പോൾ പറയും സാന്ദ്രാനന്ദാവബോധാത്മകം, അല്ലേ? സാന്ദ്രം എന്ന് പറഞ്ഞാൽ തിക്കായിട്ടുള്ളത്, നിരന്തരമാണ്, ഒരു ചെറിയ പഴുത് പോലും ഇല്ല. നിരന്തരം എന്നുള്ള വാക്കിനർത്ഥം ഇടതടവില്ലാതെ എന്ന് മലയാള അർത്ഥം. അന്തരമില്ലാത്തത്, വിടവില്ലാത്തത് എന്ന് വേറൊരർത്ഥം. അപ്പം എന്താണ്? നിരന്തരമായിട്ട് തിക്കായിട്ടിരിക്കുക. സൂചി കുത്താൻ പഴുതുപോലെ അവിടെ അജ്ഞാനത്തിന് വഴിയില്ല. അവബോധമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപമാണ് വിശുദ്ധ വിജ്ഞാനഘനേ രഘുത്തമേ. വിശുദ്ധ വിജ്ഞാന സമ്പന്നനായ ആ രഘുത്തമനിൽ
അവിദ്യാ കഥം സ്യാത് പരതഃ പരാത്മനി. ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ അജ്ഞാനത്തിന് സ്ഥാനമില്ല. പിന്നെ അജ്ഞാനം അജ്ഞാനം എന്ന് നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അജ്ഞാനേന ആവൃതം ജ്ഞാനം, ഇത് ഭഗവത്ഗീതയിൽ പറഞ്ഞു. അജ്ഞാനം കൊണ്ട് ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അജ്ഞാനം എന്നുള്ളത് ജ്ഞാനത്തിനൊരു ആവരണമാണ്. അപ്പോൾ ആ അജ്ഞാനം എന്നുള്ള ആവരണം നീക്കിക്കഴിഞ്ഞാലോ ജ്ഞാനം തന്നെ ഉണ്ടാകും. സാധാരണ പറയും ഒരു ആടുണ്ട്, പശുവുണ്ട്, പശുവിൽ പാലുണ്ട് എന്നറിയാം, അത് അകിട്ടിലാണെന്നും അറിയാം. പക്ഷെ അതെങ്ങനെ സമീപിച്ചാൽ കിട്ടുമെന്ന് അറിയണമെങ്കിൽ ഒരു ജ്ഞാനം വരണം. അപ്പോൾ ആ അജ്ഞാനം മാറിയാലേ നമുക്ക് ആ പശുവിൽ നിന്ന് പാലെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മളുള്ള അജ്ഞാനത്തെ കളഞ്ഞാലേ നമുക്ക് ജ്ഞാനസ്വരൂപനായ ഭഗവാനെ കാണാൻ സാധിക്കൂ. പക്ഷെ അജ്ഞാനം നല്ലതാ. അറിവില്ലായ്മ വരുമ്പോഴാണല്ലോ അറിവ് തേടാൻ ഒരു താല്പര്യം. അജ്ഞാനികൾക്കാണ് അറിയാൻ മോഹമുണ്ടാവുക. അത് പറഞ്ഞു. ഒരാൾക്ക് തല ചുറ്റണം. തല ചുറ്റുന്നവന് സർവ്വയിടത്തും ചുറ്റലായിട്ടില്ലേ, കറങ്ങുന്നതായില്ലേ തോന്നുക. അതുപോലെ കണ്ണുകൊണ്ട് കാണാത്ത ഒരുത്തന് എല്ലാം ഇരുട്ടാ, അവന് കണ്ണേ കാണില്ല, പിന്നെ എങ്ങനെ അവൻ വെളിച്ചത്തിനെ കാണാൻ സാധിക്കും? അതുപോലെ ദേഹേന്ദ്രിയങ്ങളെ മുഴുവൻ നമ്മൾ ആത്മാവാണെന്ന് കരുതിയാൽ പരമാത്മാവിനെ കാണേണ്ട കാര്യം നമുക്ക് മറന്നുപോകും. ഇതാണ് രാമഹൃദയം. അപ്പോൾ പറയണം, പരമാത്മാവിനെ നമുക്ക് അറിയാതെ വരുന്നത് ഈ ദേഹേന്ദ്രിയങ്ങളെ ആത്മാവാണെന്ന് കരുതുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് രാത്രി, രാത്രി വരുമ്പോഴാണ് ഇരുട്ട്. പക്ഷേ പ്രകാശരൂപ അവ്യവചാരത ക്വചി, ഈ പ്രകാശം എവിടെയും പോയിട്ടില്ല, ആ പ്രകാശം മറഞ്ഞു നിൽക്കുകയാണെന്ന് മാത്രം. അതേപോലെ ജ്ഞാനം, ആ ജ്ഞാനം എന്നുള്ളത് അജ്ഞാനം കൊണ്ട് ഉണ്ടാക്കിയത്. അത് രണ്ടും ഭഗവാന്റെ തന്നെ സൃഷ്ടികളും, ജ്ഞാനവും അജ്ഞാനവും. അതുകൊണ്ട് മായയ്ക്ക് രണ്ട് ഗുണമുണ്ടെന്നാ പറയാ. വിദ്യയുമുണ്ട്, അവിദ്യയുമുണ്ട്. അത് രണ്ടുമുണ്ട്. പക്ഷേ ആ വിദ്യക്ക് ചില നേരത്തെ ഒരു ആവരണമുണ്ട് മനസ്സിന്. മായയ്ക്കൊരു ആവരണം, ആവരണവുമുണ്ട്, വിക്ഷേപവുമുണ്ട്. അപ്പോൾ ആവരണം എന്ന് പറഞ്ഞാൽ ഉള്ള വസ്തുവിനെ മറിച്ച് കളയുന്നത് ആവരണം, ഇല്ലാത്തതിനെ മറ്റൊന്നായിട്ട് കാണുന്നത് വിക്ഷേപം. ഈ രണ്ട് സ്വഭാവങ്ങൾ നമ്മളുടെ ആത്മാവിനുണ്ട്. അതുകൊണ്ട് വിജ്ഞാനരൂപനായ ആ ഭഗവാനിൽ ഇരുട്ട് എന്ന് തന്നെ ഇല്ല. നമ്മൾ പറയും ഇതിലൊക്കെ കഥാപാത്രങ്ങളായിക്കോട്ടെ, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഭഗവാൻ എവിടെയാണ് ജനിച്ചത്? രവികുലേ, സൂര്യകുലത്തിലാണ് ജനിച്ചത് അല്ലേ? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ രവി രജനി കിട്ടാം എന്നാ ചോദിച്ച തുളസിദാസ്. രാത്രിയും സൂര്യനും കൂടെ ഒരിടത്ത് നിൽക്കാൻ പറ്റുമോ? എപ്പോൾ അവിടെ സൂര്യൻ ഉദിച്ചുവോ ഇരുട്ട് താനേ നീങ്ങി. അതുപോലെ നമ്മുടെ ഉള്ളിൽ ആ രാമചന്ദ്രപ്രഭുവിനോടൊരു ഭക്തി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ട്, അജ്ഞാനം ഇല്ലാതായി തീരും. അതുകൊണ്ട് അജ്ഞാന സാക്ഷിണ്യരവിന്ദലോചനേ മായാശ്രയത്വാ നഹി മോഹകാരണം. അജ്ഞാനത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന ആ ഭഗവാനില് മായ കൊണ്ട് നമ്മൾ മോഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ രഹസ്യമായിട്ടുള്ള ഒരു കഥ പറഞ്ഞു തരാം. എന്താണ് ആ രഹസ്യം? നമ്മളുടെ ഇതിൽ പറഞ്ഞു, സീതയും രാമനും തമ്മിലുള്ള ഒരു സംഭാഷണം, അങ്ങനെയല്ലേ? അധ്യാത്മരാമായണത്തിൽ മലയാളത്തിൽ സീതയും രാമനുമായിട്ടുള്ള ഒരു സംഭാഷണം. അതെന്താണ്? മോക്ഷസാധനം. മോക്ഷസാധനമായിട്ടുള്ള തത്വം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് കഥ പറയണ. പണ്ട് രാമായണത്തിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലോകരാവണൻ, ലോകത്തെ മുഴുവൻ കരയിക്കുന്നവനാണ് രാവണൻ. ലോകരാവണ രാവണ എന്ന്, രാവണൻ എന്ന് പേരിൽ. ആ രാവണൻ എന്ന് പറഞ്ഞാൽ കരയിക്കുന്നവെന്നർത്ഥം. മറ്റുള്ളവരെ കരയുമ്പോൾ ഒരു സന്തോഷം, അങ്ങനെ ചില ആൾക്കാരുണ്ടാവുമല്ലോ, അതിൽപ്പെട്ടവനാണ് ആ രാവണൻ. അവൻ ദേവകണ്ടകം, ദേവന്മാർക്ക് മുള്ളുപോലെയാണ്, ദേവന്മാരുടെ ശത്രു. അവനെ കൊന്ന് എങ്ങനെയായി? അവൻ ഒറ്റയ്ക്കാണോ കൊന്നത്? സപുത്ര ബലവാഹനം തം ഹത്വ, പുത്രനെയും മക്കളെയും എല്ലാവരെയും കൊന്നു. എന്നിട്ട് സീതയാ സഹ രുക്മിണി ലക്ഷ്മണാഭ്യാം അല്ല സുഗ്രീവ, രുക്മിണി തന്നെ വായിൽ വരും, സുഗ്രീവ ലക്ഷ്മണാഭ്യാം സമന്വിത അയോധ്യാം പ്രത്യാഗത, അയോധ്യയിലേക്ക് തിരിച്ചു വന്നു. ആ സമയത്ത് കൂടെ ഹനുമാദികളുമുണ്ട്. ഹനുമത് പ്രമുഖൈഹി വൃത. വേഗം തന്നെ എല്ലാവരും കൂടെ സമുദ്രങ്ങളിൽ നിന്ന് ജലമൊക്കെ കൊണ്ടുവന്ന് വസിഷ്ഠൻ, വാമദേവൻ, ജാബാലി തുടങ്ങിയ മഹർഷിമാരൊക്കെ കൂടെ അഭിഷേകം ചെയ്തു. അഭിഷിക്തം ചെയ്തിട്ട്
വസിഷ്ഠാദി മഹർഷികളാൽ ചുറ്റപ്പെട്ട സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ആ ഭഗവാൻ സൂര്യവംശത്തിൽ ജനിച്ച ഭഗവാൻ എങ്ങനെ ഇരിക്കണു? കോടി സൂര്യ സമപ്രഭ, 1000 കോടി സൂര്യൻ ഉദിച്ച പ്രകാശത്തിൽ ഇരിക്കാത്രേ. ആ സമയത്ത് അടുത്തഗ്രേവാചയതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യ പരം വ്യാഖ്യാന്തം വരദാദിപി പരിവൃതം രാമം ഭജേ ശ്യാമളം. നമ്മൾ പറയാറുണ്ട്, ഹനുമാൻ വന്ന് മുമ്പിൽ വന്ന് നിന്നു. എന്നിട്ട് കൈ കൂപ്പിക്കൊണ്ട് നിന്നുകൊണ്ട് പറഞ്ഞു, എന്താണ് കാര്യമൊക്കെ ചെയ്തവനല്ലേ, ഹനുമാനാണിതിൽ മെയിൻ പാർട്ട്, അകൃതകാര്യനാണ്. എന്നാലോ എന്തെങ്കിലും ലാഭേച്ഛ കൊണ്ട് ചെയ്തതാണോ? ഒരു രാജ്യത്തിൻ്റെ പകുതി തനിക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഹനുമാൻ? എന്തെങ്കിലും രാമൻ എനിക്ക് തന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? നിരാകാംക്ഷം, ഒരാകാംക്ഷയുമില്ലാത്തവനാ. പക്ഷെ ഒന്ന് മാത്രം കൊതിച്ചു നിൽക്കുന്നുണ്ട്, ജ്ഞാനാപേക്ഷ, ജ്ഞാനമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന, ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വ രോഗതൊക്കെ കിട്ടണം. ആ ഭഗവാനെ സൃഷ്ടിച്ച മഹാമതിം എന്നാണ്, അതിബുദ്ധിമാനാണ്. അങ്ങനെയുള്ളതായ ആ ഹനുമാൻ തൻ്റെ മുമ്പിൽ വന്ന് കൈ കുപ്പിക്കൊണ്ട് നിന്ന സമയത്ത് ഹനുമാൻ ആ സത്യം ഒന്ന് പറഞ്ഞു കൊടുക്കും. അതാണ് നമ്മൾ ആ ശ്ലോകത്തിൽ പറയണത്. ഏത് വൈദേഹി ആദ്യം പറയണില്ലേ, സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിരം അഗ്രേ വാചയതി പ്രപഞ്ചന സുതേ തത്വം. ആ മുന്നിൽ നിൽക്കുന്ന ഹനുമാന് രാമതത്വം പറഞ്ഞു കൊടുക്കാനായിട്ട് സീതയോടാണ് പറയുന്നത് ശ്രീരാമൻ. അപ്പം കാരണം എന്താണ്? ജ്ഞാനം പറഞ്ഞു കൊടുക്കുമ്പോഴേ ജ്ഞാനത്തിന് അർഹതപ്പെട്ടവർ വേണം. അല്ലാത്തവനോട് ജ്ഞാനം പറഞ്ഞിട്ട് എന്താ കാര്യം? തമാശയ്ക്ക് ഒരു കഥ പറയും. ഇത് ഒരാൾക്ക് നല്ല തോട്ടം, ആ തോട്ടത്തിൽ ഇഷ്ടംപോലെ പഴങ്ങൾ. യജമാനൻ ആ പഴമൊക്കെ കുറച്ചും കൂടെ പഴുക്കട്ടെ എന്നിട്ട് ഭക്ഷിക്കാം എന്ന് പറഞ്ഞ് കൊതിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവിടെ ഒരു തത്ത വന്നു. ആ തത്ത വന്നിട്ട് ആ പഴമൊക്കെ കൊത്തി കൊത്തി തിന്നാം. ഇത് കണ്ടപ്പോൾ അയാൾക്ക് സഹിച്ചില്ല. ഒരു പഴം തിന്നാൽ തിരക്കിടില്ല, എല്ലാ പഴത്തിനെയും കൊത്തിച്ചിട്ട് താഴ്ത്തിട്ടിട്ട് പോവുക. ദേഷ്യം വന്നു, വലയിട്ട് പിടിച്ചു പക്ഷിയെ വലയിട്ട് പിടിച്ച് തൻ്റെ വീട്ടിൽ കൊണ്ടുവന്നൊരു കൂട്ടിലാക്കിയപ്പോൾ ഈ തത്തയ്ക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ തത്ത പറഞ്ഞു, അതാ യജമാനന് ഒരു കാര്യം, എന്നെ അഴിച്ചു വിട്ടാൽ ഞാൻ നിനക്ക് 3 ജ്ഞാനം പറഞ്ഞു തരാം, 3 ജ്ഞാനോപദേശം ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോൾ യജമാനക്ക് അഴിച്ചു വിട്ട ഉടനെ ഈ പക്ഷി കുറേ ദൂരെ പോയിരുന്നിട്ട് പറഞ്ഞു, ആദ്യം തന്നെ എന്ന് പറഞ്ഞു, കിട്ടാത്തതിനെ ചൊല്ലി ദുഃഖിക്കരുത്, ഒരു ജ്ഞാനം. രണ്ടാമത്തേതായിട്ട് പറഞ്ഞു, സംഭവിക്കാൻ അസംഭവമായ കാര്യത്തെക്കുറിച്ച് വിശ്വസിക്കരുത്. മൂന്നാമത്തേത് പറഞ്ഞു, അതായത് കിട്ടാത്തതിനെ കുറിച്ച് ദുഃഖിക്കരുതെന്നാണ് പറഞ്ഞത്. കിട്ടാത്തതിനെ കിട്ടാൻ വേണ്ടി പാടുപെടരുത്. ഈ 3 തത്വം, 3 ജ്ഞാനം നിനക്ക് ഞാൻ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കിയ പോലെയൊക്കെ ഇരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ദൂരെ പോയിട്ട് ആ പക്ഷി വിളിച്ച് പറയാ, എടാ യജമാനനാ, വിഡ്ഢിയായില്ലേ നീ? ഞാൻ ജ്ഞാനം ഉപദേശിക്കാന്ന് പറഞ്ഞപ്പോൾ എന്നെ പിരിച്ചുവിട്ടില്ലേ? എൻ്റെ ഉള്ളിലെ ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഒരു മുത്തുണ്ട്. എന്നെ കിട്ടിയിരുന്നെങ്കിൽ ആ മുത്ത് നിനക്ക് കിട്ടുമായിരുന്നില്ലേ? ആ മുത്ത് കൊണ്ട് നോക്ക് കോടിപ്രഭു ആയിരുന്നില്ലേ? ഇത് പറഞ്ഞതോടുകൂടി ഇയാൾ അവിടുന്ന് ചടപടാന്ന് എഴുന്നേറ്റ് പക്ഷിയെ പിടിക്കാനായിട്ട് പോയി. പക്ഷിയെ പിടിക്കാൻ പറ്റുമോ? കാലമോ പോവുകയിൽ പോയി കരുതി ജോലി ചെയ്യുക നീ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷിയെ പിടിക്കാൻ പറ്റുമെന്നൊക്കെ പറയണ്ടേ, പിടിക്കാൻ പറ്റിയില്ല. പക്ഷി എന്ത് ചെയ്തു? മേൽപ്പൊട്ടയ്ക്ക് കയറി. അപ്പോൾ ഇയാൾ വലിഞ്ഞു കയറി മരത്തിൽ കയറി. പിന്നെയും അത് മേലോട്ട് പോയിട്ട് ഒരു ചില്ലയുടെ അറ്റത്ത് പോയി നിന്നു. പക്ഷിക്കൊരു ഗുണമുണ്ട്, അതിന് അതിൻ്റെ ചിറകിൻ്റെ ബലത്തിലാണ് ഇരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിൽ എന്ന് പറഞ്ഞ് പറന്നു പോവാം. ആ പക്ഷി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളിരിക്കാൻ പോയാൽ പറ്റുമോ? ഇയാൾ അതിൻ്റെ മീതെ പോയി ആ ചില്ലയൊന്ന് കൈയോടെ പിടിച്ചു. ഇതാ കിടക്കണു നിലത്ത് കിടന്ന് ആകെ പരിതാപമായിട്ട് ആ പക്ഷി നോക്കുക. അപ്പോൾ പക്ഷി വരെ, ജ്ഞാനം ആർക്കാ ഉപദേശിക്കേണ്ടത്? ജ്ഞാനം മനസ്സിലാവണവനോടല്ലോ ഉപദേശിക്കേണ്ടത്. നിനക്ക് ഞാൻ 3 തത്വം പറഞ്ഞു തന്നില്ലേ? കിട്ടാത്തതിനെ ചൊല്ലി ദുഃഖിക്കാൻ പാടില്ല, സംഭവിക്കാൻ പറ്റാത്തതിനെ കുറിച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ ആകെ ഇത്രയുള്ള പക്ഷി, എൻ്റെ ഉള്ളിൽ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ മുത്തുണ്ടാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിച്ച മണ്ടനല്ലേ നീ? അപ്പോൾ പറഞ്ഞത് നിനക്ക് വല്ല പ്രയോജനം ഉണ്ടായോ? പിന്നെ കിട്ടാത്തതിനെ കുറിച്ച് പിന്നിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ മരത്തിൻ്റെ ഏറ്റവും ഉച്ചാണിക്കൊമ്പിൽ ഞാനൊരു ചില്ലയുടെ അറ്റത്ത് പോയിരുന്നപ്പോൾ എന്നെ പിടിക്കാൻ പുറപ്പെട്ടില്ലേ? അപ്പോൾ ജ്ഞാനം നിന്നെ ഉപദേശിച്ച ജ്ഞാന മൂഢൻ എന്ന് പറഞ്ഞിട്ട് പക്ഷി എന്ന് പറഞ്ഞ് പറന്നു പോയിത്രേ. അപ്പം ഇവിടെ പറയാണ്, ഇവനാണ് ജ്ഞാനസ്യ പാത്രം. നമ്മളുടെ ജ്ഞാനത്തിന് സൽപാത്രം കിട്ടണം, പറഞ്ഞു കൊടുത്താൽ അത് പ്രയോജനപ്പെടണം.
ഹനുമാൻ അതിന് യോഗ്യൻ എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ വേഗം തന്നെ രാമന്റെ തത്വത്തെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? രാമം വിദ്ധി പരം ബ്രഹ്മ, അവിടെയാണ് സ്തുതി കേട്ടോ. രാമം വിദ്ധി പരബ്രഹ്മ സച്ചിദാനന്ദമദ്വയം സർവോപാധി വിനിർമുക്തം സത്താമാത്രം അഗോചരം. രാമൻ എന്ന് പറയുന്നത് ആരാന്നറിയോ? പരംബ്രഹ്മ, പരമാത്മാവാണ്. സച്ചിദാനന്ദം, സത്തും ചിത്തും ആനന്ദവും ചേർന്നു. അതായത് ജ്ഞാനവുമുണ്ട്, സനാതനത്വമുണ്ട്, ആനന്ദവുമുണ്ട്. സച്ചിദാനന്ദ സ്വരൂപൻ ആണ് ഈ രാമൻ. പിന്നെയോ അദ്വയം, അതുപോലെ ഒരാളെ കാണിച്ചു തരാൻ പറ്റില്ല. ആ പരമാത്മാവിനെ കുറിച്ച് പരമാത്മാവ് മാത്രമേ ഉള്ളൂ. പിന്നെ സർവോപാധി വിനിർമുക്ത, ഉപാധിയില്ല, എല്ലാവരിലും ഉണ്ടെങ്കിലും ഭഗവാൻ ഒരിടത്തുമില്ല. നിഷ്ക്രിയനാണ്, അനികേതനാണ്, അനീഹനാണ്, ഒരു പ്രവൃത്തിയും ചെയ്യണില്ല, കണ്ടോണ്ടിരിക്കണു. സ്വന്തം വീട് എന്ന് പറഞ്ഞിട്ടില്ല, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണ്. സത്താ മാത്രം എന്നുമുള്ളതാണ്, എന്നാൽ നമുക്കൊട്ട് കാണൂല. അഗോചരം, നമുക്ക് കാണാൻ സാധിക്കില്ല. ആനന്ദം നിർമ്മലം ശാന്തം നിർവികാരം നിരഞ്ജനം. കൂടസ്ഥനാണ്, നിർവികാരനാണ്, ഒരു മാറ്റവുമില്ല. ആത്മാവ് വലുതായി, മരിച്ചു, വളർന്നു, രോഗം പിടിച്ചു, കേട്ടിട്ടുണ്ടോ? ന ജജാന നമമാരാന്ന് ഗീതയിൽ പറഞ്ഞു. അവിടെ ജനിക്കണമില്ല, മരിക്കണമില്ല. പക്ഷേ ശരീരത്തിന് അങ്ങനെയില്ല, വൃദ്ധിക്ഷയങ്ങളുണ്ട്. ഈ ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരം ഉണ്ടാകുന്നു, ഈ ശരീരം വളരുന്നു, കുറേ കഴിയുമ്പോൾ സെല്ലുകൾ നശിക്കുന്നു, ഇത് മരിച്ചു പോകും. ഇതൊന്നും ഈ ആത്മാവിനില്ല. അതുകൊണ്ട് ആത്മാവിനെ നിർവികാരൻ, വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം എന്ന അർത്ഥം കേട്ടോ, അതെപ്പോഴും മനസ്സിലാക്കാം. നമ്മളവൻ വികാരഭരിതനായി എന്ന് പറഞ്ഞാൽ അവന് പെട്ടെന്നിരിക്കുന്ന സ്വഭാവമൊക്കെ മാറി എന്നർത്ഥം. വികാരം എന്ന് പറഞ്ഞാൽ മാറ്റമാണ്. അവികാരനാണ്, നിർവികാരനാണ് ഭഗവാൻ. മാത്രമാണോ നിരഞ്ജനൻ? നമുക്കൊക്കെ എൻ്റെ വീട്, എൻ്റെ കസേര, എൻ്റെ പുസ്തകം എന്നുള്ളൊരു പറ്റുണ്ട്. ഭഗവാൻ എങ്ങനെയാണ്? നിസ്സംഗനാണ്, ഒന്നിനോടുമില്ല ഒരു ഒട്ടുപത്തൽ, നിരഞ്ജനനം. പിന്നെയോ സർവവ്യാപിനം, എല്ലായിടത്തും ഉണ്ട് തന്നെ. അങ്ങനെയുള്ളതായ സ്വരാടാണ്, സ്വപ്രകാശകം, സ്വയം പ്രകാശിക്കുന്നതാ, പ്രകാശിപ്പിക്കാനായിട്ട് ആരുമില്ല. അപ്പൊ നമ്മൾ പറയുന്ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യരഹ ഉദോയം അഗ്നി. ഇവിടെ സൂര്യൻ ചന്ദ്രനൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എങ്ങനെ പ്രകാശിക്കുന്നത്? യസ്യഭാസ സർവമിതം. ആരുടെ പ്രകാശം കൊണ്ടാണോ ഈ സൂര്യചന്ദ്രാദികളും നക്ഷത്രങ്ങളും പ്രകാശിക്കുന്നത്, ആ പരമ്പൊരു സ്വരാട്, സ്വയം പ്രകാശിപ്പിക്കുന്നതാ, ആരും പ്രകാശിപ്പിക്കാൻ വരേണ്ടതാ. അതോ അകൽമഷം, ഒരു തരത്തിലുള്ളതായ മാലിന്യവും ഏശാത്തവനാണ് എന്ന് ശ്രീരാമനെ കുറിച്ച് പറഞ്ഞു. ഉടനെ സീത തന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ ഹനുമാന്. എന്താണ്? മാം വിദ്ധി മൂലപ്രകൃതി, ഞാൻ തന്നെയാ മായ, മൂലപ്രകൃതിയാണ്. സർഗസ്ഥിത്യന്തകാരിണി, സർഗവും, സർഗം ച സൃഷ്ടി, സൃഷ്ടി നിലനിൽപ്പിക്കുക, നശിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ആരാ? ആ ദേവിയാണ്, മായയാണ്. പിന്നെ തസ്യ സന്നിധി മാത്രേണ സൃജാമീതമതന്ത്രിത. പക്ഷെ ഞാൻ ഒറ്റയ്ക്കൊന്നും കൂടില്ല കേട്ടോ. തസ്യ സന്നിധി മാത്രേണ, ആ പരബ്രഹ്മത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സൃഷ്ടി സ്ഥിതി സംഹാരം നടത്താൻ പറ്റൂ. അതുകൊണ്ട് തന്നെ തസ്മാതു തത് സാന്നിധ്യവാദ് മയാ സൃഷ്ടം തസ്മിന്നാരോപ്യതേ ബുധൈഹി അയോധ്യാനഗരേ ജന്മ രഘുവംശേരി നിർമ്മലേ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ എനിക്ക് ലോകം സൃഷ്ടിക്കാൻ സാധിക്കൂ. പക്ഷേ അദ്ദേഹമാണ് ലോകം സൃഷ്ടിക്കുന്നത്, സർവചരാചരങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ പരമ്പൊരുളായ രഘുത്തമനാണെന്ന് എല്ലാവരും പറയുക. ശക്തിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ശക്തി സ്വരൂപിണിയാണ് ദേവി. ശക്തിയില്ലാതെ സൃഷ്ടി എങ്ങനെ നടക്കും? സൃഷ്ടി ശക്തി, പാലക ശക്തി, സംഹാര ശക്തി, ഇതൊക്കെ ഈ ശക്തിയുടെ കൂട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഇനി ഇത് കഥ പറഞ്ഞു. എന്നാ വിശ്വാമിത്ര യാഗം രക്ഷിക്കാൻ പോയി, അവിടെ യാഗത്തെ രക്ഷിച്ചു കൊടുത്തു, അഹല്യയ്ക്ക് ശാപവിമോചനം ചെയ്തു കൊടുത്തു. അതിനുശേഷം എനിക്ക് വേണ്ടിയിട്ട് ശൈവചാപത്തെ ഒടിച്ചു, എന്നെ പാണിഗ്രഹണം ചെയ്തു. പിന്നീട് ഭാർഗവരാമൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചു കൊടുത്തു. പിന്നെയോ അയോധ്യ നഗരത്തിൽ വന്നു. 12 കൊല്ലം ഞങ്ങൾ സന്തോഷമായിട്ട് അയോധ്യയിൽ വസിച്ചുകൊണ്ടിരുന്നു.
ആ സമയത്ത് ദണ്ഡകാരണ്യത്തിലേക്ക് പോണ്ടി വന്നു. വിരാധനെ കൊന്നു. മായാമാരീചനെ അന്വേഷിച്ചു പോയി. അപ്പം തന്നെ മായാസീതയായിട്ടുള്ള എന്നെ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. ഒരു അധ്യാത്മരാമായണത്തിൽ പറയണല്ലോ, നമ്മളുടെ വാൽമീകി രാമായണത്തിൽ പറയണില്ല. മായാസീതയാണ് എന്ന് വെച്ചാൽ ഒരു ലക്ഷ്മണൻ പോലും അറിയാതെ സീതാദേവിയോട് രാമഭദ്രൻ പറയാണ്, നീ ഉടജത്തിലേക്ക് കയറ്, അഗ്നിയെ നിന്നെ ഏൽപ്പിക്കാൻ പോവാ, അത് കഴിഞ്ഞിട്ട് നീ മായാസീതയായിട്ട് പുറത്തു വന്നു. അത് അവർക്ക് മാത്രം അറിയുന്ന രഹസ്യമാണ്. അതുകൊണ്ട് മായാസീതയായിട്ടാണ് ഞാൻ വന്നത്. ആ മായാസീതയെ അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോഴേക്കും എന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞത് ജഡായുവിന് ഭഗവാന്റെ കൈങ്കര്യം കൊണ്ട് മോക്ഷം കിട്ടി. കബന്ധനും അതേപോലെ തന്നെ, കബന്ധനും മോക്ഷം കിട്ടി. സേതുബന്ധമുണ്ടായി. ലങ്കയിലേക്ക് പോയി. ലങ്കയാകെ നിരോധിച്ചു വാനരപ്പടകൾ. രാവണന്റെ വധം. അങ്ങനെ പുത്രന്മാരോടുകൂടിയ രാവണനെ മുഴുവൻ കൊന്നു. വിഭീഷണന് ലങ്കാഭിഷേകത്തെ കൊടുത്തു. അതുപോലെ പുഷ്പകത്തിൽ എന്നെയും കൂട്ടേണ്ട അയോധ്യയിലേക്ക് തിരിച്ചു വന്നു. വീണ്ടും ഞങ്ങളിതാ രാജ്യാഭിഷിക്തരായി തീർന്നിരിക്കുന്നു. ഈ പ്രവൃത്തികളൊക്കെ ആരാ ചെയ്തതെന്ന് പറയുന്നത്? ഞാൻ ചെയ്തതാണ് കേട്ടോ എന്ന് സീത പറയാം. മയൈവ ആചരിതാനി സർവാണി കർമാണി. ഈ പ്രവൃത്തികളൊക്കെ എൻ്റെ ബലത്തിലാണ് ചെയ്തത്. ആരോപയന്തി രാമേ അസ്മിൻ. പക്ഷെ അറിവില്ലാണ്ട് ഇതൊക്കെ രാമനാ ചെയ്തത് എന്ന് പറയുന്നു. ഭഗവാൻ എങ്ങനെ നിർവികാരഃ അഖിലാത്മാ, ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന നിർവികാരനായ ഈ ഭഗവാനിൽ ഇതൊക്കെ ആരോപിക്കാൻ പാടുമോ? ഇതൊക്കെ ചെയ്തു കൂട്ടിയത് മായാശക്തി മാത്രമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? രാമോ ന ഗച്ഛതി ന തിഷ്ഠതി ന അനുശോചതി. രാമൻ നടക്കണില്ല, രാമൻ നിൽക്കണില്ല, ദുഃഖിക്കുന്നില്ല, എന്തെങ്കിലും ആകാംക്ഷിക്കുന്നില്ല, എന്തിനെങ്കിലും ഉപേക്ഷിക്കുന്നുമില്ല, എന്തെങ്കിലും ചെയ്യുന്നുമില്ല. ആനന്ദമൂർത്തി. ഭഗവാൻ ആരാണ്? ആനന്ദസ്വരൂപനാണ്. അതുകൊണ്ട് തന്നെ അചലഹ, ഒരിടത്തും ഇളകാത്തവനാണ്. പരിണാമഹീനോ, മാറ്റം എന്നുള്ളത് ഇല്ല തന്നെ. മായാഗുണൻ അനുഗതോഹി തഥാവിഭാതി. പക്ഷെ മായയുടെ ഗുണങ്ങൾ ചേരുമ്പോൾ ഈ രാമൻ കരഞ്ഞു, രാമന് നഷ്ടമുണ്ടായി, രാമൻ ഭാര്യാവിരഹം അനുഭവിച്ചു എന്നൊക്കെ പറയാം. വാസ്തവത്തിൽ ഭഗവാൻ നഗച്ഛതി ന തിഷ്ഠതി ന അനുശോചതി ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് രാമൻ വേഗം തന്നെ ഹനുമാനോടായിട്ട് രാമൻ പറഞ്ഞു, നീ പറഞ്ഞില്ലേ, ഇനി ഞാനൊരു കാര്യം, എൻ്റെ തത്വമുണ്ടല്ലോ അത് ഞാൻ തന്നെ ഒന്ന് പറഞ്ഞു തരാം. എന്നെ ശ്രീരാമചന്ദ്രൻ പറയാണ്, ആകാശസ്യ യഥാഭേദഃ ത്രിവിധോ ദൃശ്യതേ മഹാൻ. ആകാശത്തിന് 3 ഭേദങ്ങളുണ്ട് എന്ന് പറഞ്ഞു. എന്താ കാരണം? ജലാശയേ മഹാകാശഃ തദവച്ഛിന്നയേവ ഹി പ്രതിബിംബാഖ്യമപരം ദൃശ്യതേ ത്രിവിധം നഭഃ. ഒരു മഹാകാശം, അതില് രണ്ടാമത് ജലം കൊണ്ട് വ്യത്യാസപ്പെടുന്ന മറ്റൊരാകാശം, മൂന്നാമത്തത് പ്രതിബിംബമായൊരാകാശം. അപ്പൊ ആകാശത്തിന് 3 കാര്യങ്ങളുണ്ട്. അതേപോലെ ഈ ഭേദങ്ങൾ നമുക്ക് കാണാം. അതായത് വലിയ ആകാശം, ജലത്തിലുള്ള ആകാശം, മാറ്റിക്കൊണ്ടിരിക്കുന്നതായ പ്രതിബിംബ ആകാശം, ഇതെല്ലായിടത്തും ഉണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചൈതന്യം ഏകം, ഒരു ചൈതന്യമേ ഉള്ളൂ, അത് പൂർണ്ണമാണ്. പൂർണ്ണമായ ചൈതന്യമാണ്, എത്ര എടുത്താലും കുറയാത്തൊരു ചൈതന്യം. പക്ഷേ മറ്റേതെന്താണ്? ആഭാസത്വപരം. ആഭാസം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആഭാസമല്ല, തോന്നൽ. മറ്റേത് ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കുന്നതാ. പിന്നെ അടുത്തത് ബിംബഭൂതം പ്രതിബിംബം, അതുമില്ലല്ലോ. പ്രതിബിംബം സത്യമല്ലല്ലോ, സത്യമല്ലാത്ത പ്രതിബിംബം. അങ്ങനെ 3 തരത്തിലാണ് നമ്മളുടെ ജ്ഞാനം. അതുകൊണ്ട് എന്ത് വേണം? എന്താണ് വേണ്ടത്? അവിച്ഛിന്നനായ അവികാരിയിലുള്ളതായ ആ ഭഗവാനിൽ സ്വന്തം ബുദ്ധി പ്രവർത്തിപ്പിക്കണം. സാക്ഷിണ്യാരോപ്യതേ ഭ്രാന്തിയ ജീവത്വം ച തഥാ അബുധയിൽ. താൻ ജീവിക്കുന്നു എന്നൊക്കെ അറിവില്ലാതെ നമ്മൾ കരുതുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആഭാസസ്തു മൃഷാബുദ്ധി. ആ ജലാശയത്തില് സൂര്യനുണ്ട് എന്ന് തോന്നി, ആകാശമുണ്ട് എന്ന് തോന്നിയത് മൃഷാബുദ്ധി, അറിവില്ലായ്മയാണ്. അവിദ്യാ കാര്യമുച്യതേ, അത് അജ്ഞാനം, അജ്ഞാനത്തിന്റെ കാര്യമാണെന്ന് പറയപ്പെടുന്നു. അവിച്ഛിന്നം തു തദ് ബ്രഹ്മ. അവിച്ഛിന്നമാണ്, നമ്മൾ പറയല്ലേ, അനന്തനാണ്, അപരിച്ഛിന്നനാണ്, ഒരു തരത്തിലും മാറ്റമില്ല. ഈ വിച്ഛേദം നമുക്ക് തോന്നിക്കുന്നതൊക്കെ
മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ്. മനസ്സിനാണ് സങ്കല്പ വികല്പം. മനസ്സിലാണ് നമുക്കിത് തോന്നുന്നത്. മനയേവഹി കാരണം. മനസ്സാണ് എല്ലാത്തിനും കാരണമായിട്ടുള്ളത്. അവിച്ഛിന്നമായതുകൊണ്ട്, അപരിച്ഛിന്നമായതുകൊണ്ട് ഏകമായിട്ടുള്ളതും പൂർണ്ണമായിട്ടുള്ളതുമായി പുറപ്പെടുന്നു. അതുകൊണ്ട് ഈ വാക്കുകളെ കൊണ്ട് ആഭാസമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇനി ഐക്യജ്ഞാനം, ഈ ഐക്യമാണ്, എല്ലാം ഒന്നാണെന്നുള്ള തോന്നൽ എപ്പോൾ വരും? മഹാവാക്യേന. 4 വാക്യങ്ങളാണ് അല്ലേ? ഉപനിഷത്ത് വാക്യങ്ങൾ 4 എന്തൊക്കെയാണ്? ബ്രഹ്മോഹം, ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നതൊന്ന്. പ്രജ്ഞാനം ബ്രഹ്മ, ആ തിരിച്ചറിവ് തന്നെയാണ് ബ്രഹ്മം. തത് ത്വമസി, അത് തന്നെയാണ് നീ. സോഹം, അവനും ഞാനും ഒന്ന്. ഈ ഒരു മഹാവാക്യമുണ്ടല്ലോ, ആ മഹാവാക്യം വരുന്ന സമയത്ത് ഐക്യജ്ഞാനം, എല്ലാം ഒന്നാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. തഥാ അവിദ്യ സ്വകാര്യേഷ നശ്യത്യേവ ന സംശയ. ആ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളതായ അജ്ഞാനം താനെ അങ്ങോട്ട് ഇല്ലാതായി തീരും. അതുകൊണ്ട് എൻ്റെ ഭക്തന്മാർക്ക് ഇത് മനസ്സിലാവും. മദ്ഭക്താഹ യത് വിജ്ഞായ മദ്ഭാവായ ഉപപദ്യതേ. എൻ്റെ ഭക്തന്മാർ ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഭഗവാനായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ മദ്ഭക്തി വിമുഖാനാം തു, എന്നോട് ഭക്തിയില്ലാത്തവർക്കാകട്ടെ ശാസ്ത്രഗർത്തേഷു മുഖ്യത, ഓരോ ശാസ്ത്രങ്ങളൊക്കെ വായിച്ചിട്ട് ഓരോന്നും കണ്ടുപിടിച്ച് നടക്കുന്നു. ന ജ്ഞാനം, അവർക്ക് ജ്ഞാനവും കിട്ടണില്ല. ന മോക്ഷ, മോക്ഷവും കിട്ടുന്നില്ല. അവർക്ക് ജന്മശതൈരപി, 100 ജന്മം എടുത്താലും ജ്ഞാനം കൊണ്ട്, ഭക്തിജ്ഞാനം കൊണ്ട് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കൂ, അല്ലാതെ സാധിക്കില്ല. ഇതാണ് രഹസ്യം, ഇതാണ് രാമഹൃദയം. ഈ രാമഹൃദയത്തെ എന്താണ്? സാക്ഷാത് മയായേവ കഥിതം തവ അനഘ. ഹനുമാനോട് പറയാണ്, നിനക്ക് ഞാൻ തന്നെ പറഞ്ഞു തന്നിരിക്കുന്നു. ഇതിനി പോയിട്ട് മദ്ഭക്തിഹീനായ ശഠായ നവീയ, എനിക്ക് എന്നോട് ഭക്തിയില്ലാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ രാമനാൽ തന്നെ സ്വയം പറയപ്പെടുന്ന ആ സംവാദ രൂപത്തിലുള്ളതായ ഈ രാമഹൃദയം എപ്പടേ ഭക്തിയുക്തേന, ആരാണോ ഭക്തിയോടുകൂടി പഠിക്കുന്നത്, സമുക്തോ ഭവേ, അവൻ മുക്തനായി തീരും നാത്ര സംശയ. മാത്രമല്ല ഏറ്റവും വലിയ പാപമാണ് ബ്രഹ്മഹത്യ. ബ്രഹ്മഹത്യ ഒരു പാപം. അതേപോലെ സ്വർണസ്തേയം, കക്കല്, അതും സ്വർണം കട്ടുകൊണ്ടുപോകുന്ന മറ്റൊരു പാപം. മദ്യപാനം, അത് വേറൊരു പാപം. ഗുരുതൽപകം, ഗുരുപത്നിയെ പ്രാപിക്കും. ഇത് 4 മഹാപാതകങ്ങളാണ്. ഈ വലിയ പാതകങ്ങൾ പോലും എന്താണ്? ബഹുജന്മാർജിതാൻ, ഈ ജന്മത്തിലല്ല, നമ്മൾ എത്ര ജന്മം എടുത്തിട്ടുണ്ടോ അത്രയും ജന്മത്തിൽ ഈ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നശ്യന്ത്യേവന സന്ദേഹോ, നശിക്കും എപ്പോൾ? രാമഭക്തി ഉണ്ടെങ്കിൽ എന്നങ്ങോട്ട് ഉറപ്പിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് പറയണ? യോ അതിഭ്രഷ്ടോദിഭാവി, ആരാണോ ഭ്രഷ്ടനായിരിക്കുന്നത്, പാപിയായിരിക്കുന്നത്, പരധന പരധാരേഷു നിത്യോദ്യതോയ, മറ്റുള്ളവരുടെ പണത്തിലും മറ്റുള്ള പത്നിമാരിലും ആരാണോ തോൽപ്പിക്കപ്പെടുന്നത്, സ്ഥേയി, കള്ളനായിട്ടുള്ളത്, ബ്രഹ്മഘ്നമാതാപിതൃപതനിരതോ, അച്ഛനെ അമ്മയെ ഉപദ്രവിക്കുന്നവൻ, ബ്രാഹ്മണനെ കൊന്നവൻ, യോഗി വൃന്ദാപകാരി, സന്യാസിമാരും യോഗികളിരിക്കുമ്പോൾ അവർക്കൊക്കെ അപകാരം ചെയ്യുന്നത്, അങ്ങനെയുള്ളതായ അവൻ പോലും യസ് സംപൂജ്യ ഇതം രാമഹൃദയം പഠതി, ആരാണോ ഈ രാമഹൃദയം പഠിക്കുന്നത്, യോഗീന്ദ്രന്മാർക്ക് പോലും ലഭിക്കാൻ പ്രയാസമായ ആ രാമപദയെ പ്രാപിക്കും, എല്ലാവരാലും പൂജിക്കപ്പെടുന്നവനായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് രാമഹൃദയം ഉപദേശിച്ചു. ഇത് ആദ്യത്തെ ഒരു അധ്യായമാണ്, രാമഹൃദയം ആയതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നീടാണ് ഭാരപീഡിതയായ ഭൂമി ഭഗവാനെ കാണാൻ ചെന്നു. എവിടെയാണ് ചെയ്തത്? ബ്രഹ്മാവിൻ്റെ അടുത്താണ് പോയത്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും കൂടെ പാലാഴിയിലേക്ക് പോകാം. ആ പാലാഴിയിൽ പോയിട്ട് വർണ്ണിക്കുന്നത് ടീച്ചർക്ക് വേണ്ടി പറയാല, ടീച്ചർക്ക് വേണ്ടി പറയണം കേട്ടോ. അവിടെ ശംഭുകാരൻ എങ്ങനെയാണ് ഭഗവാനെ കണ്ടത് എന്നുള്ളത് വർണ്ണിക്കുക. അപ്പോൾ അവർ പറയണ സന്താപഘ്നം സകല ജഗദാം ശാർഗചാപാഭിരാമം ലക്ഷ്മീ വിദ്യുല്ലസിതമഹസീ ഉച്ഛസച്ഛായകായം വൈകുണ്ഠാഖ്യം മുനിജനമനച്ഛാദകാനാം ശരണ്യം
കാരുണ്യാപം ത്രിദശ പരിഷത് കാളമേഘം ദദർശ. ഈ ദേവന്മാരും ഭൂമിദേവിയൊക്കെ കൂടി പോയപ്പോൾ ഒരു കറുത്ത മേഘത്തിനെയാണ് കണ്ടത്. ഭഗവാൻ മേഘശ്യാമളനല്ലേ, ആ കറുത്ത മേഘത്തിനെ കണ്ടു. ആ മേഘത്തിന് എന്താ പ്രത്യേകത? നല്ല വെയിൽ ചുട്ടുപഴിക്കുമ്പോൾ ഒരു മഴ പെയ്താൽ എന്താ സന്താപഗ്നം, ആ ചൂടിനൊരാശ്വാസം എന്ന് നമ്മൾ പറയില്ലേ. ഇദ്ദേഹം എങ്ങനെയുള്ളവനാണ്? താപത്രയങ്ങളെ മുഴുവൻ പോക്കുന്നവനാണ്. അങ്ങനെയുള്ള മഹാമേഘശ്യാമളനെയാണ് കണ്ടത്. അപ്പൊ മേഘത്തിനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് മേഘത്തിന്റെ ക്വാളിറ്റീസ് മുഴുവൻ ഭഗവാനിൽ ആരോപിക്കുകയാണ്. അപ്പൊ സന്താപഗ്നം സകല ജഗത. പിന്നെ എന്താണ്? നല്ല മഴക്കാർ വരുമ്പോഴേക്കും തന്നെ ആ ഇന്ദ്രചാപം, മഴവില്ല അങ്ങോട്ട് പ്രകാശിക്കും. ഇവിടെയോ ശാർഗചാപാഭിരാമം, ശാർഗം എന്നുള്ള വില്ലും ധരിച്ച് കിടക്കുക ഭഗവാൻ. പിന്നെ എന്താണ്? ലക്ഷ്മി വിദ്യുത്, ഇടയ്ക്കിടയ്ക്ക് ഇടിമിന്നുന്നുണ്ട്. അത് ഭഗവാന്റെ മാറിടത്തുള്ള ലക്ഷ്മി ദേവി ട്വിങ്കിൾ ട്വിങ്കിളാണ്, ഇടയ്ക്കിടയ്ക്ക് പ്രകാശിക്കുക. അപ്പൊ അത് ഇടിമിന്നലോട് കൂടിയതായി തീർന്നു. കറുത്ത ശരീരത്തിലെ മഞ്ഞ ആ പ്രകാശം. അതസീകുച്ഛസച്ഛായകായം, കായാമ്പുവേനിയായിട്ടിരിക്കുകയാണ്. പിന്നെ പറഞ്ഞു എന്താണ്? വൈകുണ്ഠാക്യം. ഈ മേഘത്തിന് വല്ല പേരുണ്ടോ? പലതരം പുഷ്കലാവർത്തകാനം എന്ന് പറയുന്ന നമ്മുടെ മേഘസന്ദേശത്തിൽ പറഞ്ഞു. ഒരുപാടുണ്ട് മേഘങ്ങൾ, പല വർഗത്തിൽപ്പെട്ടവർ. എല്ലാത്തിലും ഉണ്ടല്ലോ മനുഷ്യരിൽ പല വർഗമുള്ള പോലെ മേഘത്തിലും പലരുണ്ട്. അതിലെ ഈ മേഘത്തിന് എന്താ പേര്? വൈകുണ്ഠം എന്നാണ് പേര്. വൈകുണ്ഠാക്യം. ഇപ്പോൾ വേഴാമ്പൽ എന്നൊരു പക്ഷി ഉണ്ടല്ലോ, ആ പക്ഷി മഴവെള്ളത്തിനെ ആശ്രയിച്ച് നിൽക്കും. ആ വെള്ളം കുടിച്ചാൽ അതിൻ്റെ കൂടെ ഒരു തുളയുണ്ട്, വെള്ളമൊക്കെ പുറത്തേക്ക് പോകും. പക്ഷേ മഴക്കാലത്തിലെ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് പോകും അത്രയും. അതുകൊണ്ട് വേഴാമ്പൽ പക്ഷിക്ക് തടാകത്തിലോ ജലത്തിലോ ഒന്നും വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇങ്ങനെ അക്കോ പക്ഷി എന്ന് പറയും, നമ്മൾ കാത്തുകൊണ്ടിരിക്കും. അതുപോലെ മുനിജനമനച്ചാതകാനം ശരണ്യം. ഈ മുനിജനങ്ങൾക്ക് ഭഗവാനെ ഒരു നോക്ക് കണ്ടാൽ മതി, അവരിങ്ങനെ എപ്പോഴും ഉറ്റു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അത്രേ. അങ്ങനെയുള്ള അപ്പൊ എന്ത് വെള്ളമുണ്ടോ അതിന് ആ മേഘത്തില്? കാരുണ്യാപം. കാരുണ്യം തന്നെയാണ് ജലം. ആ കരുണക്കടലായിട്ടുള്ള ആ ഭഗവാനിനെ ആര് കണ്ടു? ത്രിദശ പരിഷത്, ഈ ദേവസമൂഹം കണ്ടു. അങ്ങനെ ഭഗവാനെ കണ്ടു. ആ വന്ന സമയത്ത് ആ കഥ മുഴുവൻ നീ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ഗോരൂപം ധരിച്ചുകൊണ്ടാണ് ആ ദേവി അവിടേക്ക് വന്നത്. ആ സമയത്ത് പ്രകാശിച്ചുകൊണ്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും കൂടി ബ്രഹ്മദേവൻ പുരുഷ സൂക്തം കൊണ്ട് ജപിച്ചു എന്നാണ് ഇവിടെ പറയുന്ന. അത്തോസ്മി തേ ദേവപ്രാണബുദ്ധീന്ദ്രിയാത്മഭിഃ യച്ഛിന്യതേ കർമ്മപാശാത് ഹൃദി നിത്യം മുമുക്ഷുഭിഃ. അതായത് ഛിദ്യതേ ഹൃദയഗ്രന്ഥി, ഹൃദയഗ്രന്ഥി പോകാൻ ഭഗവൻ നാമം തന്നെയാണ് പ്രാപിക്കേണ്ടത്. പക്ഷേ മായ ഗുണമയ്യ സൃജതി അവധി ഹന്തി, മായയെ വെച്ചുകൊണ്ട് ഈ ലോകത്തെയൊക്കെ സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ പാതാരവിന്ദം തന്നെ ശരണം എന്ന് പറഞ്ഞ സമയത്ത് ഇതിബ്രുവന്തം ബ്രഹ്മാണം, ഇങ്ങനെ പറയുന്ന ബ്രഹ്മാവന്റെ ചെവിയില് ഭഗവാൻ അറിയിച്ചു. എന്താണ് പറഞ്ഞത്? എന്താണ് ഞാൻ പറയേണ്ടത് എന്ന് പറഞ്ഞ് പ്രത്യുവാച മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ത്രിലോകത്തെയും ലോകപാലന്മാരെയും ആരാണോ ഈ ലോകത്തെ മുഴുവൻ വിശ്വത്തെ മുഴുവൻ ആരാണോ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ മാനുഷേഹേ തസ്യ മൃതി, മനുഷ്യനെ കൊണ്ട് മാത്രമേ എനിക്ക് മരണമുണ്ടാകാൻ പാടൂ എന്ന് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അത് എന്നാൽ തന്നെ കൽപ്പിക്കപ്പെട്ടതായേവ. എൻ്റെ സർവം ഭഗവത് പ്രേരണയായ എൻ്റെ പ്രേരണ കൊണ്ടാ ആ രാവണൻ അങ്ങനെ പറയാൻ തോന്നി. എൻ്റെ മനുഷ്യരല്ലാതെ എന്നെ ആരും വധിക്കരുത് എന്ന്. അതുകൊണ്ട് തന്നെ അധസ്ത്വം മാനുഷോ ഭൂത്വ, അതുകൊണ്ട് ഞാൻ മനുഷ്യനായിട്ട് ദശരഥനും കൗസല്യയ്ക്കും പുത്രനായിട്ട് ജനിക്കാൻ പോകുന്നു. നിങ്ങളെല്ലാവരും വാനരരൂപിണഃ ജായന്തു, എല്ലാവരും വാനരന്മാരായി ജനിച്ചോട്ടെ, ഇവരൊക്കെ എനിക്ക് കൈങ്കര്യം ചെയ്യാനാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ വിഷ്ണു മാനുഷരൂപേണ ഭവിഷ്യതി രഘോകുലേ, അങ്ങനെ രഘുകുലത്തിൽ മനുഷ്യനായിട്ട് ജനിക്കും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അംശത്തിൽ നിന്നും ഓരോ വാനരന്മാരെ സൃഷ്ടിക്കുക എന്ന് ദേവന്മാരോട് മുഴുവൻ ആജ്ഞാപിച്ചുകൊണ്ട് ഭഗവാൻ തിരോധത്തിൽ ഭഗവാനോട് പ്രത്യക്ഷനായി. പിന്നെ നമ്മളുടെ രാമായണത്തിൽ ഇല്ലാത്തത്, രാമായണത്തിൽ എങ്ങനെയാണ്? ജനിച്ചു വാൽമീകി രാമായണത്തിൽ, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നായാട്ടിന് പോയി എന്നൊക്കെ പറഞ്ഞു. ഉടനെ പറഞ്ഞു വിശ്വാമിത്ര മഹർഷി അവിടെ വന്നു, യാഗരക്ഷയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി, പിന്നെ കല്യാണം. ബാലലീലകൾ വർണ്ണിച്ചില്ല. പക്ഷേ ഈ അധ്യാത്മരാമായണത്തിൽ, സംസ്കൃത അധ്യാത്മരാമായണത്തിൽ ബാലലീലകൾ വർണ്ണിക്കുകയാണ്. എന്തൊക്കെയാണ്?
അവർ വന്നു, പുത്രകാമേഷ്ടി ചെയ്തു, പായസം കൊണ്ടുവന്നു. ആ പായസത്തെ കൊണ്ടുവന്നപ്പോൾ വാൽമീകി പറയണത് പകുതി പായസം കൗസല്യയ്ക്ക് കൊടുത്തു, പിന്നെയുള്ള പകുതി കൈകേയിക്കും കൊടുത്തു, ബാക്കിയുള്ള പകുതിയെ 2 കഷ്ണമാക്കിയിട്ട് അത് രണ്ടും സുമിത്രയ്ക്ക് കൊടുത്തു എന്നാണ്. ചമ്പുകാരൻ അങ്ങനെ പറഞ്ഞില്ല. എന്ത് ചെയ്തു വെച്ചാൽ ആദ്യം തന്നെ പായസത്തിൻ്റെ അർത്ഥം, പായസത്തിനെ കൗസല്യായൈ പ്രഥമമതിശത് പായസാർദ്ധം, പായസത്തിൻ്റെ പകുതി കൊടുത്തു, ബാക്കി പകുതി കയ്യിലാ കൊടുത്തു. ആരുടെ കയ്യിൽ? പ്രാദാദർദ്ധം പ്രണയമധുരം കേകയേന്ദ്രസ്യ പുത്രിയൈ, കേകേ രാജാവിൻ്റെ മകളുടെ കയ്യിൽ ബാക്കിയും കൊടുത്തു. അപ്പോൾ രണ്ടുപേരും ഭർത്താവിൻ്റെ മനസ്സറിയുന്നവരായതുകൊണ്ട് അവനവൻ്റെ കയ്യിൽ നിന്ന് ഓരോ കഷ്ണം കൊടുത്തു. പക്ഷേ വാൽമീകി പറഞ്ഞതാ ശരി. കാരണം പൂർണ്ണ സ്വരൂപനായ ആ അർദ്ധവും ഭഗവാനാണ്. പിന്നെയുള്ളതിൻ്റെ അർദ്ധത്തിലെ ഒരു ഭാഗമാണ് ഭരതൻ, പിന്നെയുള്ള ബാക്കി കാൽഭാഗത്തിൻ്റെ കാൽക്കാൽ ഭാഗമാണ് ശത്രുഘ്നനും ലക്ഷ്മണനും എന്ന് പറയുന്നുണ്ട്. ഏതായാലും ആ പായസം കൊടുത്തു. അതിന് ശേഷം അവരെല്ലാവരും കൂടെ അതെങ്ങനെ കൊടുത്തു എന്നൊക്കെയാണ് അവിടെ വിസ്തരിച്ചിരിക്കുന്നത്. മേഷങ്കതേ ഭൂഷണി, സൂര്യൻ അങ്ങയുടെ മേടമാസത്തിൽ നിൽക്കുന്ന സമയത്ത് പുനർവസു നക്ഷത്രയുക്തേ സ്വച്ഛസ്ഥേഷു ഗ്രഹപഞ്ചകേഷു എന്നാ പറഞ്ഞു. 5 ഗ്രഹങ്ങളും ഉച്ചസ്ഥായിയായിട്ട് നിൽക്കുമ്പോൾ കൗസല്യാദനയത് രാമം, കൗസല്യ രാമനെ പ്രസവിച്ചു. അതിനുശേഷം പൂയം നക്ഷത്രത്തിൽ ഭരതൻ ജനിച്ചു. ആയില്യം നക്ഷത്രത്തിലാണ് ശത്രുഘ്നനും ലക്ഷ്മണനും പൂജാതരായത്. പക്ഷെ എല്ലാവരും കർക്കടക കൂറ് തന്നെ, ആ കർക്കടക കൂറിൽ തന്നെ എല്ലാവരും ജനിച്ചു. ആ ജനിച്ചു കഴിഞ്ഞ് എങ്ങനെ ജനിച്ചു? ആ ഭഗവാൻ ജനിച്ച ഉടനെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. നമ്മൾ ഇതിന് പറയും നിശീതേ തമോദ്ഭൂതേ എന്ന് പറയുമ്പോൾ നമ്മൾ തമദ്ഭുതം ബാലകമംബുജക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവതത്തിൽ പറയും. ഇവിടെ എന്തുണ്ടായി? നീലോത്പലതലശ്യാമഃ പീതവാസാഃ ചതുർഭുജഃ ജലജാരുണനേത്രന്തഃ സ്ഫുരത്കുണ്ടലമണ്ഡിതഃ. ജലജം ച താമര, താമരയുടെ ഉള്ളിലുള്ള ചുവപ്പ് പോലെ അരുണമായ നേത്രങ്ങളുണ്ട് അത്രേ. സഹസ്രാർക്കപ്രതീകാശഃ, 1000 സൂര്യൻ്റെ പ്രകാശം. കിരീടീ, തലയിൽ കിരീടം അണിഞ്ഞിട്ടുണ്ട് അത്രേ. കുഞ്ചിതാളകഃ, ആ കാക്കപക്ഷിതരനായിട്ട് കുറേ ചുരുണ്ട മുടികൾ കിടക്കുന്നു. ശംഖചക്രഗദാപത്മവനമാല വിരാജിത, ശംഖം ചക്രം ഗദ വനമാലയൊക്കെ ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ആ അനുഗ്രഹാഖ്യഹൃസ്തേന്ദു സൂചകസ്മിത ചന്ദ്രിക, എല്ലാവരെയും അനുഗ്രഹിക്കാനുള്ള മാതിരി മുഖത്തൊരു പുഞ്ചരി. കരുണാരസ സമ്പൂർണ്ണ വിശാലോത്പലോചന, കാരുണ്യം തുളുമ്പുന്ന നീണ്ട വളർന്ന കണ്ണുകൾ. എന്നിട്ട് മാത്രം ശ്രീവത്സഹാര കേയൂര നുപരാതി വിഭൂഷണ, ശ്രീവത്സമുണ്ട്, ഹാരമുണ്ട്, തോൾവളയുണ്ട്, എല്ലാം ധരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പരമാത്മാവിനെയാണ് അത്രേ കണ്ണു നിറയെ ഈ കൗസല്യ കണ്ടത്. പറയുന്നു ദൃഷ്ട്വാദംബരമാത്മാനം കൗസല്യ വിസ്മയാകുല ഹർഷാശ്രുപൂർണ നയന നത്വാ പ്രഞ്ജലിരഭ്രവീത്. അങ്ങനെയുള്ള ആ ഭഗവാനെ കണ്ടപ്പോൾ കൗസല്യാദേവി നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ. അത് സ്തുതി, നമ്മളതിലും കൗസല്യസ്തുതി ഉണ്ട് അല്ലേ, അധ്യാത്മരാമായണത്തിലുണ്ട്. ഇതിലെന്നെ എൻ്റെ ഒരു വിഡംബനം കണ്ടു. സർവചരാരങ്ങളെയും തൻ്റെ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ തൻ്റെ ഉദരത്തിൽ വഹിക്കുന്ന ഭഗവാൻ എൻ്റെ ഉദരത്തിൽ വന്ന് ജനിച്ചു എന്നുള്ളത് ഒരു വിഡംബനം തന്നെ ഭഗവാനെ. ഇതെന്നായാലും എൻ്റെ മനസ്സിൽ ഇരുന്നോട്ടെ, ഈ രൂപത്തിനെ ഒന്ന് മറച്ചേക്കൂ. മായയാണ് നല്ലത്, വിശ്വവിമോഹിനി മായ. ആ മായ തന്നെ വേണം. ഉപസംഹര വിസ്മാത്മൻ അതോ രൂപമലൗകികം, അലൗകികമായ രൂപത്തിനെ ഒന്ന് മറച്ചു തരുമോ? ദർശയസ്വമഹാനന്ദ ബാലാഭാവം സുകോമളം. നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാക്കാൻ തരത്തില് കുഞ്ഞു കുട്ടിയായിട്ട് മാറിയ വലിയ സന്തോഷമുണ്ട്. ലളിതാലിംഗനാലാപൈഹി തരിഷ്യാമി ഉത്കടം തമഃ. എൻ്റെ മനസ്സിലുള്ള ഇരുട്ടൊക്കെ പോകാൻ അങ്ങയെ കൊഞ്ചിച്ചുകൊണ്ടും കെട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ എനിക്ക് ഇരിക്കാൻ പറ്റണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ആയിക്കോട്ടെ. പണ്ട് ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് ബ്രഹ്മാവിനാൽ പ്രാർത്ഥിച്ചത് കൊണ്ട് രാവണനെ കൊല്ലാനാണ് ഞാൻ മനുഷ്യരൂപം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അതിനു മുമ്പ് ജന്മത്തിൽ എന്നെ തപസ്സുകൊണ്ട് ആരാധിച്ചിട്ടുണ്ട്. എന്തിന്? പുത്രഭാവം, എന്നെ പുത്രനായി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ, അതുതന്നെയാണ് ഇത്.
അപ്പം രൂപമേതത്വയാ ദൃഷ്ടം പ്രാക്തനം തപസഫലം, പണ്ടത്തെ തപസ്സിൻ്റെ ഫലം അങ്ങക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തെളിവ് കാണിക്കാൻ ഞാൻ ഈ ശംഖചക്രഗദാധാരിയായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മളുടേതായ ഈ സംവാദം ആരെങ്കിലും കേട്ടാലും പഠിച്ചാലും നല്ലതെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്നൊരു ബാലകനായി മാറി. കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ കൊച്ചു ബാലകൻ. ആ ബാലകൻ വന്ന സമയത്ത് ബാലാരുണപ്രതീകാശോ ലാളിതാകില ലോകപഹ അതരാജാദശരഥശ്രുത്വ പുത്രോദ്ഭവോത്സവം ആനന്ദാർണവമഗ്നോസൗ ആയയോ ഗുരുനാസഹ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് താൻ പഴയ പോലെയായി, കുട്ടിയായി. അതറിഞ്ഞതായ ദശരഥൻ വസിഷ്ഠ മഹർഷിയോടൊപ്പം അവിടെ ആഗതനായി. ആ വന്ന സമയത്തോ നല്ല താമരപ്പൂ പോലുള്ള നേത്രം. അത് കണ്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഗുരുവിനെ കൊണ്ട് അടുത്തത് ജാതകരണം ചെയ്യിപ്പിച്ചു. ജനിച്ച ഉടനെ സംസ്കാരങ്ങളുണ്ട്. 40 സംസ്കാരങ്ങളാണുള്ളത്. അതിൽ 16 സംസ്കാരങ്ങൾ വിശേഷപ്പെട്ടത്. ജാതകർമ്മ എന്നൊരു സംസ്കാരമുണ്ട്. ജാതകരണം എന്നാണ്. ജനിച്ച ഉടനെ കുട്ടിയുടെ ഇതിൽ നക്ഷത്രം പറഞ്ഞാൽ മതി കാതിൽ. അതെന്തിനാണ് ചെയ്യണത് എന്ന് ചോദിച്ചാൽ, കുട്ടി ജനിച്ച ഉടനെ തുടച്ച് കുളിപ്പിച്ചൊക്കെ ചെയ്യണില്ലേ, അതുപോലെ അന്ധക്കരണ ശുദ്ധിക്ക്. കാരണം ഗർഭാവാസം കഴിഞ്ഞ് അജ്ഞാനത്തിൽ കിടന്നവനാ. അവൻ്റെ അജ്ഞാനം തീർക്കാനായിട്ട് ഈ ജാതകർമ്മം നടത്തും. അപ്പോൾ ജാതകർമ്മം നടത്തിയത്രേ. ജാതകർമ്മം നടത്തി ഉടനെ കൈകേയി ഭരതനെ പ്രസവിച്ചു എന്ന് കേട്ടു. ഉടനെ അടുത്ത ദിവസം തന്നെ ശത്രുഘ്നെയും ലക്ഷ്മണനെയും സുമിത്ര ജനിപ്പിച്ചു എന്ന് കേട്ടു. ഇഷ്ടംപോലെ ഗ്രാമങ്ങളും, സത്തുണ്ടല്ലോ ചക്രവർത്തിയല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും വലിയ വലിയ എന്താണ് തിലം, മല പോലെ എള്ളൊക്കെ ദാനം ചെയ്തു അത്രേ. എന്നിട്ട് ആരാണ് എന്താ പേരിടേണ്ടതെന്ന് ചോദിച്ചോ. ജാതകർമ്മ ആരാ ചെയ്തത്? അജൻ എന്ന് പറഞ്ഞു. ഇവിടെ അജപുത്രൻ എന്ന് പറഞ്ഞു. അജൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ. ബ്രഹ്മാവിൻ്റെ പുത്രൻ വസിഷ്ഠൻ. വസിഷ്ഠൻ നാമചകാര എന്ന് പറഞ്ഞാൽ അർത്ഥം. അജൻ എന്ന് പറഞ്ഞാൽ ദശരഥൻ്റെ പിതാവ്. അജപുത്രൻ എന്ന് പറഞ്ഞാൽ ദശരഥൻ. ആര് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ശരിക്കും വസിഷ്ഠനാണ് നാമകരണം ചെയ്യണത്. വസിഷ്ഠനോ ദശരഥനോ. യസ്മിൻ രമന്തേ മുനയോ, ആരിലാണോ മഹർഷിമാർ പോലും രമിക്കുന്നത്, ലോകരമണാത് രാമഹ, ലോകത്തെ മുഴുവൻ രമിപ്പിക്കുന്നവനായതുകൊണ്ട് ഇവന് രാമൻ എന്ന് പേരിടാം എന്ന് വിചാരിച്ചു. അത് ഭരണം കൊണ്ട് ഭരിക്കാൻ സമർത്ഥൻ. അടുത്ത കാലത്തിലെ പാതികയെ വെച്ച് ആ ലോകം മുഴുവൻ ഭരിക്കണം 14 കൊല്ലം. അതിന് മെടുക്കനായതുകൊണ്ട് ഭരതൻ എന്നിവന് പേരിടാം എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ ലക്ഷണങ്ങൾ തെരഞ്ഞവനായിരുന്നു അത്രേ. അതുകൊണ്ട് ലക്ഷണയുക്തൻ എന്നുള്ള അർത്ഥത്തിൽ ലക്ഷ്മണൻ എന്ന് വെച്ചു. ശത്രുഹന്താവായിട്ട് എല്ലാ ശത്രുക്കളെയും ഒതുക്കാൻ മെടുക്കനായിട്ടുള്ള ശത്രുഘ്നൻ എന്നും പേര് വെച്ചു. എല്ലാവരും എന്ത് ചെയ്യും? എങ്ങനെ നടക്കുക? രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും എപ്പോഴും അങ്ങനെയാണ് നടക്കുക. എൻ്റെ പായസാംശം അനുസരിച്ച് പായസം കൊടുത്തപ്പോൾ കൈകേയിയുടെ നിന്ന് കിട്ടിയ പായസമാണ് ശത്രുഘ്നനായത്, കൗസല്യയിൽ നിന്ന് കിട്ടിയ പായസമാണ് ലക്ഷ്മണനായത്. അതുകൊണ്ട് രാമനും ലക്ഷ്മണനും ഒന്നിച്ച്, ഭരതനും ശത്രുഘ്നനും ഒന്നിച്ച്. ആ സമയത്ത് ലക്ഷ്മണൻ്റെ കൂടെ ബാലലീലകളൊക്കെ എടുത്ത് എത്ര അതിനെ അച്ഛനെയും അമ്മയും ഒക്കെ സന്തോഷിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്തൊക്കെ ചെയ്തു എന്ന് പറയണം. ബാലേ സ്വർണമയാശ്വത്ഥ പർണമുക്താഫലപ്രഭം കണ്ഠേ രത്നമണിവ്രാതമദ്യദ്വീപിനികാഞ്ചിതം. അവിടെ എന്ത് ചെയ്തു? നെറ്റിത്തടത്ത്, ബാലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടത്തിലെ മുത്തുമണികളെ കൊണ്ട് ശോഭിക്കുന്നതായ ഒരു അശ്വത്ഥപത്രം. അശ്വത്ഥം എന്ന് പറഞ്ഞാൽ അരയാൽ. ആ അരയാലിൽ കുറേ മുത്തുമണിയൊക്കെ കൊടുത്തിട്ട് അത് എപ്പോഴും കൊടുത്തു വെച്ചിരിക്കും അത്ര. ആരുടെ? രാമൻ്റെ നെറ്റിത്തടത്തിൽ. അതുപോലെ തന്നെ കഴുത്തിൽ രത്നങ്ങൾ ചേർന്നതായ ഇടയ്ക്കിടയ്ക്ക് പുലിനഖം, ഇടയ്ക്കിടയ്ക്ക് പുലിനഖം വെച്ച് കോർത്തിട്ടുള്ളതായ മാലകളും ഇട്ട് കൊടുത്തിരിക്കും. എന്താണ്? മകനൊരു കണ്ണ് പറ്റാതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. കാതിലാണെങ്കിലോ സ്വർണസമ്പന്നമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കുണ്ടലങ്ങൾ. ശിഞ്ചാനമണിമഞ്ജീരകടി സൂത്രാംഗതൈർവൃതം, ശബ്ദമുണ്ടാക്കുന്ന അരഞ്ഞാണം. അതും നടന്നു വരുമ്പോൾ എവിടെ രാമനുള്ളത് എന്നറിയാൻ, നടക്കുമ്പോൾ ശബ്ദം കേൾക്കുമല്ലോ, അതൊക്കെ ഇട്ട് കൊടുത്തു അത്രേ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊച്ചിരി പല്ലൊക്കെ കാണിച്ചുകൊണ്ട് അത് ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്മിതവക്ത്ര അല്പദശനം ഇന്ദ്രനീലമണിപ്രഭം അങ്കണേരിംഗമാണന്തം തർണഗാനനു സർവതഃ. അവിടെ പറയണം എങ്ങനെയാണ് ആ ബാലകൻ അവിടെ സഞ്ചരിച്ചത് എന്നുള്ളതിനെ വർണ്ണിക്കുകയാണ്. കാരണം ആ ഇന്ദ്രനീല രത്നത്തെ പോലെ ശോഭിക്കുന്ന, കൊച്ചിരി പല്ലുകളെ കാണിച്ച് ചിരിക്കുന്ന
ആ ബാലകനെ രാജഭവനത്തിലെ മുറ്റങ്ങളിൽ എപ്പോഴും പശുക്കുട്ടികളുടെ കൂടെയും ബാലന്മാരോട് കൂടെയും ഓടി ഓടുന്നത് കണ്ട് ആ ദശരഥനും മാതാവായ കൗസല്യയും അത്യധികം ആനന്ദം പ്രാപിച്ചു. എന്നിട്ട് ആഹ്വയത്യതിഹർഷേണ പ്രേംണ, സ്നേഹത്തോടു കൂടി വരൂ മാനെ വരൂ രാമാന്ന് വിളിക്കൂത്രേ. നായാതിലീലയ, കളിയിൽ മുഴുകിയിരിക്കുന്നതായ രാമൻ പോവില്ലത്രേ. ആനയേതി ജ കൗസല്യ ആഹസാ സസ്മിതാ സുതം, വരൂ മോനെ എന്ന് പറഞ്ഞ സീതയും അല്ല കൗസല്യയും സന്തോഷിക്കത്രേ. എന്നാ ശരി പോയി പിടിക്കാൻ പോയാന്ന് വെച്ചാൽ ഈ ഭഗവാൻ യോഗിനാമനോ, യോഗികൾക്ക് പോലും യോഗി മനോഗതി, യോഗികൾ മനസ്സുകൊണ്ടെത്തുന്ന ഭഗവാന്റെ പിന്നില് എത്ര ഓടാൻ പറ്റും കൗസല്യക്ക്? അതുകൊണ്ട് പറ്റില്ല. ധാവത്യപിന ശക്നോതി സ്പ്രഷ്ടും, എത്ര ഓടിയിട്ടും പിടികൊടുക്കില്ല അത്ര ഭഗവാൻ. യോഗി മനോഗതിം, യോഗികളുടെ മനസ്സുകൊണ്ട് മാത്രം എത്താൻ പറ്റുന്നവനാ. പ്രഹസന് കുറെ കഴിയുമ്പോ പ്രഹസന് സ്വയമായാതി കർദ്ദമങ്കിത പാണിന, പിന്നെ വരുമ്പോ ആകെ ചളി പുരണ്ടിട്ട് വരും. കിഞ്ചിത് ഗൃഹീത്വാ കബളം, അമ്മ കൊടുക്കുന്ന ഭക്ഷണം കുറച്ച് കഴിക്കത്രേ. എന്നിട്ട് എൻ്റെ പുനരേവ ബലായതേ, പിന്നെയും ഓടിപ്പോകുമെന്ന്. കൗസല്യ ജനനീ തസ്യ മാസി മാസി പ്രകുർവതി വായനാനി വിചിത്രാണി സബലങ്കൃത്യ രാഘവം. ഈ മാതാ കൗസല്യന്റെയും പലതരത്തിലുള്ള വസ്ത്രാഭരണങ്ങളൊക്കെ അണിയിച്ച് ഓരോ മാസവും പലതരത്തിലുള്ളതായ നിഷ്ഠ മധുരപലഹാരങ്ങൾ ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുമത്രേ. എന്നിട്ടൊരു ഉത്സവം എല്ലാ മാസവും എല്ലാവരും വിളിച്ച് എല്ലാവർക്കും സദ്യ കൊടുത്ത് അങ്ങനെ ചെയ്യും. ആ സമയത്ത് എന്താണ് അപൂപാൻ മോദകാൻ കൃത്വ കർണശഷ്കുളികാസ്തദ കർണപൂരാൻശ വിവിധാൻ വർഷവൃദ്ധൗ ച വായനം. വർഷം തികയുന്ന ദിവസം ഉണ്ടല്ലോ, സാധാരണ ബർത്ത്ഡേ, ആ ബർത്ത്ഡേ വരുന്ന സമയത്ത് കൗസല്യ പലതരത്തിലുള്ളതായ മധുരപലഹാരങ്ങൾ, ലഡ്ഡു, ജിലേബി, പലതരത്തിലുള്ള വ്യഞ്ജനങ്ങൾ ഉണ്ടാക്കി ഉത്സവമായി കൊണ്ടാടും അത്രേ. എന്നിട്ട് എന്ത് ചെയ്തു? വീട്ടു ജോലിയൊന്നും ചെയ്യില്ല എന്ന് കൗസല്യ, നേരില്ല. ഗൃഹകൃത്യം ദയാത്യക്തം തസ്യ ച അപത്യകാരണാത് ചാപല്യകാരണാത്, കുട്ടിയുടെ വികൃതി കാണുമ്പോൾ അത് കൊണ്ടു നിൽക്കാൻ വേണ്ടി കൗസല്യ ജോലിയൊക്കെ ഉപേക്ഷിക്കും അത്രേ. ഏകദാ രഘുനാഥാസു ഗതോ മാതരമംബികേ മാതരമന്തികേ ഗത, ഒരു ദിവസം രഘുനാഥൻ ആ അമ്മയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഭോജനം ദേഹി മേ മാതഃ, എനിക്ക് അമ്മയെ വിശക്കുന്നു, ചോറ് തരൂ. പക്ഷേ നശ്രുതം കാര്യശക്തയാ, ജോലി മുഴുകിയപ്പോ മോൻ ഇങ്ങടെ വന്ന് ചോദിച്ചത് മനസ്സിലാക്കിയില്ല അത്രേ. തഥ ക്രോധേന ഭാണ്ഡാനി ലഘുടേന അഹനത്തത, അവിടെ ദധിപാത്രത്തിനെ ഉടച്ചില്ലേ, അതുപോലെ ഇവിടെ വടി വെച്ചോണ്ട് എല്ലാ പാത്രവും തട്ടിയിട്ടു അത്രേ. ശിഖ്യസ്ഥം പാതയാമാസ ഗവ്യം ചനവനീതകം, ഉറിയിൽ വെച്ചൊക്കെ തട്ടിയിട്ടു. ലക്ഷ്മണായ ദദൗ രാമോ ഭരതായ യഥാക്രമം, ഭരതനും ലക്ഷ്മണനൊക്കെ കൊടുത്തു. ശത്രുഘ്നായ ദദൗ പശ്ചാത് ദധി ദുഗ്ധം തദൈവച, അവിടെ തൈരും പാലും ഒക്കെ കൊടുത്തു അത്രേ. ആ സമയത്ത് ഇതൊക്കെ വന്ന് പറഞ്ഞു. ആരാണെന്ന് പറഞ്ഞു, സൂതേന കഥിതോ മാത്രേ, വെപ്പുകാരൻ വന്ന് പറഞ്ഞു, ആ പാത്രം കുടച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഒറ്റ വസ്തു ബാക്കിയില്ല എന്ന് അറിയിച്ചപ്പോ ഹാസ്യം കൃത്വാ പ്രധാപതി, ഭഗവാൻ ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരൊറ്റ ഓട്ടം ഓടും അത്രേ. അങ്ങനെ ആഗതാം താം വിലോക്യാത സർവൈഹി ഫലായുധം, ആ കൗസല്യ അവിടെ ഒന്ന് നോക്കുമ്പോ എല്ലാവരും ഓടിപ്പോയത് കാണുമ്പോൾ ധാവമാനാഭി പ്രസ്കലന്തി പതേ പതേ, കുറെ വയസ്സായിട്ടുണ്ടായ കുട്ടിയല്ലേ, ഓടി ഓടി എത്താൻ പറ്റണില്ല. രഘുനാഥം കരേ ധൃത്വ, ആ ശ്രീരാമനെ അങ്ങോട്ട് കയ്യിൽ പിടിച്ചു. കിഞ്ചിത് നോവാചഭാമിനി, ഒന്നും പറഞ്ഞില്ല. ബാലഭാവം സമാശ്രിത്യ മന്ദമന്ദം രുരോധ, അപ്പൊ ഭഗവാൻ ചെറിയ കുട്ടി എന്നുള്ള മാതിരി കണ്ണ് പെശന്ന് കരയാൻ തുടങ്ങിയത്രേ. തേ സർവേ ലാളിതാ മാത്ര, അതെന്ത് ചെയ്തു? ആലിംഗ്യസ്യ യത്നത, വേഗം ഭഗവാനെ കെട്ടിപ്പിടിച്ചു അത്രേ. എന്നിട്ട് അധകാലേന തേ സർവേ കൗമാരം പ്രതിവേദിരെ, ഞാൻ വെറുതെ ബാലലീല വർണ്ണിച്ചതാ, ഈ ബാലലീല ഈ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വർണ്ണിച്ചതാ. അങ്ങനെ അവസാനം ഇവര് കൗമാരപ്രായത്തിലേക്ക് കടന്നു എന്നാണ്. ആ സമയത്ത് വസിഷ്ഠൻ വേഗം സർവവിദ്യാവിശാരദനായ അദ്ദേഹം ധനുർവേദവും ആയുർവേദവും കുതിര സഞ്ചാരം
ആനയിൽ സഞ്ചാരം ഒക്കെ പഠിപ്പിച്ചു. സർവ ശാസ്ത്രങ്ങളും പഠിപ്പിച്ചെടുത്തു അത്രേ. ആ സമയത്ത് ലീല കൊണ്ട് നരരൂപികളായ ഭഗവാൻ പുതിയതായി പഠിക്കുന്നത് പോലെ കാണിച്ചു. രാമൻ എന്നും കയ്യിൽ വില്ലെടുത്തുകൊണ്ട് വേഗം തന്നെ ബാണത്തോടുകൂടി പുറപ്പെടും. കുതിരപ്പുറത്ത് കയറി പുറപ്പെടുന്ന സമയത്ത് ലക്ഷ്മണൻ കൂടെ ഉണ്ടാവും. ലക്ഷ്മണേന വിനാ, ലക്ഷ്മണൻ ഇല്ലാതെ നദിദ്രാം ലഭതേന്ന പറഞ്ഞ് വാൽമീകി. ഉറങ്ങില്ലത്രേ. ലക്ഷ്മണൻ ഉണ്ടെങ്കിലേ രാമൻ ഉറങ്ങും, രാമൻ ഉണ്ടെങ്കിലേ ലക്ഷ്മണൻ ഉറങ്ങും. അങ്ങനെ അവർ ഒന്നിച്ച് കളിച്ചു. പ്രാതരുത്തായ സുസ്നാദ, രാവിലെ നേർത്തെഴുന്നേറ്റ് കുളിക്കും. പിതരാഭിവാദ്യ, ഇതൊക്കെ എന്തിനാ? നമുക്ക് ജനങ്ങൾക്ക് പഠിപ്പിച്ചു തരാണ്. അച്ഛനമ്മമാരെ അഭിവാദനം ചെയ്യും. എന്നിട്ട് എന്തു ചെയ്യും? പൗരകാര്യാണി സർവാണി കരോതി വിനയാന്വിത, പ്രജകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അത്രേ. അങ്ങനെ എല്ലാ സമയത്തും ബന്ധുക്കളോടും മുനിമാരോടും കൂടി ഭക്ഷണം കഴിക്കും. ധർമ്മശാസ്ത്ര രഹസ്യങ്ങൾ ആരെങ്കിലും പറയുമെങ്കിൽ കേൾക്കും, കേട്ടതങ്ങോട്ട് പ്രാവർത്തികമാക്കും. ഇങ്ങനെ പരമാത്മാവ് മനുജാവതാരനായി മനുഷ്യലോകങ്ങളെ അനുസരിച്ചു അത്രേ എന്നാണ്. അതുകൊണ്ട് എന്നാലോ ഭഗവാൻ പരിണാമഹീനൻ അവികാരിയായിട്ട് തന്നെ കഴിഞ്ഞുകൂടി. അങ്ങനെ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോഴാണ് വസിഷ്ഠൻ ഒരിക്കൽ യോഗവാസിഷ്ടം ഉപദേശിച്ചു കൊടുത്തത്. അതായത് കൊട്ടാരത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഉപദേശിച്ചു. അർജുനന് ഭഗവത്ഗീതയിൽ പറഞ്ഞ അതേ തത്വങ്ങൾ തന്നെയാണ്. അവിടെ എന്താണ്? സമരമൂർധനി, യുദ്ധക്കളത്തിൽ വെച്ചിട്ട് അർജുനന് ഭഗവാൻ ഉപദേശിച്ചു. ഇവിടെ വസിഷ്ഠൻ രാജകൊട്ടാരത്തിൽ വെച്ച് തന്നെ ഉപദേശിച്ചു കൊടുത്തു. എന്നുവെച്ചാൽ അടുത്ത നമുക്ക് അറിയുന്ന കഥ, വിശ്വാമിത്രൻ വരികയാണ്. വന്നിട്ട് രാമനെ തൻ്റെ കൂടെ യാഗരക്ഷയ്ക്ക് വേണ്ടി അയക്കണം എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ നമ്മുടെ വാൽമീകി രാമായണത്തിൽ ഭംഗിയായിട്ടൊരു വാചകമുണ്ട്. എന്താ പറഞ്ഞത്? എന്ത് വേണമെങ്കിൽ തരാൻ, നിങ്ങളുടെ വരവ് കൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ദശരഥൻ്റെ മട്ട മാറി. അപ്പോൾ ദശരഥൻ പറഞ്ഞു, ഊനഷോഡശവർഷോഹം രാമോ രാജീവലോചന എന്ന് പറഞ്ഞു. അതിൻ്റെ വ്യാഖ്യാനമാണ് പ്രധാനം. എൻ്റെ മകന് 16 വയസ്സ് കഴിഞ്ഞിട്ടില്ലല്ലോ, മാത്രമല്ല അവൻ രാജീവലോചനനാണ്. രാജീവ് എന്ന് പറഞ്ഞാൽ താമര, താമരക്കണ്ണന. താമരയ്ക്ക് ഒരു കുഴപ്പമില്ലേ? സന്ധ്യയായാൽ കുമ്പിപ്പോവും. എൻ്റെ മകൻ സന്ധ്യ ആകുമ്പോഴേക്കും ഉറങ്ങുമല്ലോ. നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് നിശാചരന്മാർ, രാത്രിഞ്ചരന്മാരോട് യുദ്ധം ചെയ്യാനല്ലേ. എൻ്റെ മകൻ ആ സമയത്തൊക്കെ ഉറങ്ങുകയായിരിക്കും, അതുകൊണ്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് വിശ്വാമിത്ര മഹർഷിക്ക് കോപം വന്നു. എന്നിട്ട് പറഞ്ഞു, ആ വാക്ക് പറഞ്ഞിട്ട് വാക്ക് മാറുകയല്ലേ, ഇത് രഘുകുലത്തിന് യോജിച്ചത് തന്നെയാണ്. സുഖീ ഭവ, സുഖമായിട്ടിരിക്കും, എനിക്ക് തരാണ്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ പുറപ്പെട്ടപ്പോൾ വസിഷ്ഠ മഹർഷി ഓടി വന്ന് പറയും, അഹം ജാനാമി രാമം, നിങ്ങൾ വിചാരിക്കുന്ന രാമൻ നിങ്ങളുടെ മകനൊന്നല്ല, സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപമാണെന്ന്. അധ്യാത്മ രാമായണത്തിൽ അങ്ങനെയല്ല, എപ്പോഴും തന്നെ ഭഗവാനാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഇത് വസിഷ്ഠനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഭൂമിഭാരം തീർക്കാൻ വന്നതാണ്, അറിയില്ലേ ദശരഥ എന്നൊക്കെ പറയണു. അവസാനം രാമാജ്ഞയോടുകൂടി തന്നെ അങ്ങനെ അവർ പോയിക്കൊണ്ട് മൂർധിന്യവഗ്രായ വിചിത്യ കിഞ്ചി സർവാസ്ത്രജാലം സരഹസ്യമന്ത്രം പ്രീത്യ അഭിരാമായ ദതോ മുനീന്ദ്ര. മുനി അവിടെ വെച്ച് തൻ്റെ യാഗമൊക്കെ സംരക്ഷിച്ചു. മാരീചിയെ ദൂരെറിഞ്ഞു, സുബാഹുവിനെ കൊന്നു വീഴ്ത്തി, അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുത്തു. അതിനു മുമ്പായിട്ട് തന്നെ വിശ്വാമിത്രൻ സർവമന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ടാണ് മാരീചനെയും സുബാഹുവിനെയും കൊല്ലുന്നതും. പോകുന്ന വഴിയിൽ ബലാതിബല മന്ത്രം ഉപയോഗിച്ചു. താടകയെ കൊന്ന ശേഷമാണ് ഈ മന്ത്രങ്ങളൊക്കെ കൊടുത്തത്. എന്നിട്ട് സുബാഹുവിനെയും മാരീചനെയും ഒക്കെ മാരീചനെ കടലിലേക്ക് തള്ളി, സുബാഹുവിനെ മരിച്ചു, സുബാഹുവിനെ കൊന്നു. ആരാണ്? താടകയ്ക്കുണ്ടായ നീചനായ പുത്രനാണ് മാരീച. താടക പണ്ടൊരു ഗന്ധർവ സ്ത്രീയായിരുന്നു. അവള് യക്ഷസുകേതു, യക്ഷിയായിരുന്നു അവൾ. സുകേതു എന്ന് പേരായ ഒരു യക്ഷൻ. ആ യക്ഷനെ കല്യാണം കഴിച്ചു. ദ്രുഹിണ പ്രസാദ. എങ്ങനെ കല്യാണം കഴിച്ചു? ബ്രഹ്മദേവനെ തൃപ്തിപ്പെടുത്തിയപ്പോഴാണ് എനിക്ക് ഇരിക്കട്ടെ പറ്റിയവളാണെന്ന് പറഞ്ഞ് താടകയെ കൊടുത്തു. അങ്ങനെ അവർക്ക് രണ്ടാവർക്കും ഉണ്ടായ പുത്രനാണ് ഈ സുബാഹുവും മാരീചനും. അല്ല, മാരീച നീചം ജനയാം ബഭൂവ, അവനാണ് പിന്നെയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണത്. അതുകൊണ്ട് മാരീച നീചം എന്ന് തന്നെ പറഞ്ഞു. നീചനായ മാരീചനെ കയ്യിൽ കൊടുത്തു. അങ്ങനെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ദാശരഥി വന്നതും അനുജനോടുകൂടി വന്നു. ആശ്രയശീലയായ അദ്ദേഹത്തെ കാലുകൊണ്ട് അങ്ങോട്ട് സ്പർശിച്ചു. അഹല്യയ്ക്ക് ഉദ്ധാരണം കിട്ടി. അഹല്യ സ്തുതിച്ചു. ആ അഹല്യയുടെ സ്തുതി വളരെ പ്രസിദ്ധം. അഹോ കൃതാർത്ഥാസ്മി ജഗന്നിവാസതേ
പാദാബ്ജ സംലഗ്നരജഃ കണാദഹം. അങ്ങയുടെ പാദധൂളി പെട്ടതുകൊണ്ടാണ് എനിക്ക് രക്ഷ കിട്ടിയത്. സ്പൃശാമി യത് പങ്കജശങ്കരാദിഭിഃ വിമൃഗ്യതേ രന്ധിതമാനസൈ സദാ. മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച യോഗികള് ഏതൊരു പാദരേണുവെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുവോ, ഏതൊരു പാദരേണു ബ്രഹ്മദേവനും ശിവനും മാത്രം പ്രാപ്തമായിരിക്കുന്നുവോ, ആ പാദരേണുക്കളെ കൊണ്ട് എനിക്ക് മുക്തി തന്നില്ലേ ഭഗവാനെ. അത് വിചിത്രമാണ്. എന്താണ്? അങ്ങയുടെ നാമം തന്നെ, അങ്ങയുടെ പ്രവൃത്തികളൊക്കെ തന്നെ വിചിത്രമാണ്. മനുഷ്യഭാവേന വിമോഹിതം ജഗത്. മനുഷ്യൻ എന്ന പേരില് ജനങ്ങളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എപ്പോഴും സമ്പൂർണവരെ എല്ലാവരും ആനന്ദിച്ചിരിക്കുകയാണ്. അതിന് അടുത്ത ശ്ലോകം പ്രധാനം. അവിടെ പറയണ യത്പാദപങ്കജ പരാഗ പവിത്രഗാത്ര ഭാഗീരഥി ഭവവിരിഞ്ച മുഖാൻ പുനാദി സാക്ഷാത് സയേവ മമ ദൃഗ്വിഷയോ യദാസ്തേ കിം വർണ്യതേ മമ പുരസ്കൃത ഭാഗധേയം. പുരാകൃത ഭാഗധേയം, ഞാൻ ചെയ്ത ഭാഗ്യത്തിന് ഞാൻ എന്ത് പറയാം? ഏതൊരു ഭഗവാന്റെ പാദത്തിൽ നിന്നാണോ ഭാഗീരഥി പുറത്തു വന്നത്, ഗംഗ വന്നത്, ആ ഗംഗയെ കൊണ്ട് ലോകം മുഴുവൻ പരിശുദ്ധമാകുന്നുവെങ്കിൽ ആ ഗംഗയുടെ ഉത്ഭവത്തിന് കാരണമായ അങ്ങയുടെ പാദത്തെ കാണാൻ സാധിച്ച എൻ്റെ ഒരു ഭാഗ്യം, മഹാഭാഗ്യം. ഞാൻ പൂർവ്വജന്മത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവോ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിച്ചു. അത് ശ്രുതിബിർ വിമൃഗ്യ. ആ ഭഗവാന്റെ പാദങ്ങളെ എങ്ങനെ കാണാൻ പറ്റും? വേദമാർഗത്തിലൂടെ അന്വേഷിക്കാനേ പറ്റൂ. എന്നാഭിപങ്കജത കമലോപവശ്ച. ആ നാഭിയിൽ നിന്നുണ്ടായ കമലന് പോലും കാണാൻ പറ്റിയില്ലല്ലോ. എന്നാമരസികോ ഭഗവാൻ പുരാരിഹി. അങ്ങയുടെ നാമം പറഞ്ഞ് രസിച്ചിരിക്കുന്നില്ലേ ആ മഹാദേവൻ. അങ്ങനെയുള്ള രാമചന്ദ്രനെ ഞാൻ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുന്നു. അങ്ങ് പുരുഷോത്തമനാണ്, പുരാണനാണ്, സ്വയം ജ്യോതിയാണ്, ആദ്യയാണ് എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചു. അവസാനം പറഞ്ഞു, അങ്ങയുടെ പാതാരവിന്ദം എൻ്റെ നെഞ്ചിൽ ചവിട്ടപ്പെട്ടില്ലേ. ആക്രാന്തമേകേന ജഗത്രയം പുര. പണ്ട് ഈ പാദം കൊണ്ടല്ലേ 3 ലോകത്തെയും വാമനായിട്ട് അവതരിച്ചപ്പോൾ അങ്ങ് എടുത്തത്. ധ്യേയം മുനീന്ദ്രൈഹി അഭിമാനവർജിതൈഹി. അഹങ്കാരമില്ലാത്ത മുനിമാരാൽ സ്തുതിക്കപ്പെടുന്നതല്ലേ എന്ന് പറഞ്ഞ്, അത് എല്ലാ സ്തുതി നല്ലതാട്ടോ, ഓരോ വാചകവും നല്ലതാ. ഇടയിലുള്ളത് മാത്രം ഞാൻ പറഞ്ഞു. എന്നിട്ട് നമസ്തേ പുരുഷാധ്യക്ഷ, നമസ്തേ ഭക്തവത്സല, നമസ്തേസ്തു ഋഷികേശ, നാരായണ നമസ്തു. അങ്ങാണ് സർവചരാചരങ്ങൾക്കും ആശ്രയമായിട്ടുള്ളത് നാരായണൻ. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദത്തെ നമസ്കരിക്കുകയും അനുജനോടുകൂടിയ ലക്ഷ്മണനെ സ്തുതിക്കുകയും ചെയ്തു. ഇത്രയും അഹല്യ ചെയ്തതായി ഈ സ്തോത്രം വളരെ പ്രസിദ്ധമാണ്. അത് വായിക്കുന്നവർക്ക് പാപമൊക്കെ പോകുന്നുള്ള ഫലശ്രുതിയും പറഞ്ഞു. അത് വീണ്ടും ബ്രഹ്മഗ്നം ഗുരുതൽപകൻ എന്ന് പറഞ്ഞ മഹാപാതികൾക്ക് പോലും മോക്ഷം കെടുക്കുന്നതാണ് ഈ ഭഗവൻ നാമധേയം എന്ന് വീണ്ടും വർണ്ണിച്ചു കൊടുത്തു. ഇത്ര വരുന്ന കേട്ടിട്ടോ. ഇനി നാളെ നല്ല